Praise the Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी पवित्र जनों को प्रेम का वंदना. ഒരു ദിവസം കൂടി ദൈവജനത്തോടുകൂടെ നിങ്ങളോടുകൂടെ സംബന്ധിക്കുവാനുള്ള ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. और एक बार प्रभु ने फिर से हमको एक और दिन दिया ताकि प्रभु के वचन के द्वारा आपकी उपस्थिति में हम आपके साथ रह सके. നമുക്ക് എപ്പോൾ കൂടി വന്നാലും ആകെപ്പാടെ പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം. हम जब भी इकट्ठा होते समय में हमें बोलने के लिए सिर्फ एक ही बात है और वो एक व्यक्ति के बारे में, वो है प्रभु यीशु मसीह के बारे में. കാരണം കർത്താവിൽ നമുക്കെല്ലാം ഉണ്ട്. क्योंकि प्रभु में हमको सब कुछ है. കർത്താവ് നമുക്കെല്ലാം ആണ്. और प्रभु हमारे लिए सब कुछ बन चुका है. ഇന്ന് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാനുള്ള ഒരു അഭിമാനം നമുക്കുണ്ടായിരിക്കണം. इसलिए आज मैं एक मसीही हूँ करके बोलने का वो अभिमान और वो खुशी रहना चाहिए. ആരാണ് ക്രിസ്ത്യാനി? मसीही कौन है? ആരാണ് ക്രിസ്തുവിനുള്ളവർ? मसीह के लिए कौन है? നമ്മള് റോമാലേഖനം 8-9 അവസാനം വായിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. रोमियो का पुस्तक 8-9 में हम पढ़ते हैं कि यदि जिसके पास मसीह का आत्मा नहीं वो उसका नहीं. അപ്പോൾ ഏറ്റവും വലിയ കാര്യം ഞാൻ ക്രിസ്തുവിനുള്ളവനോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടെന്നുള്ളതാണ്. तो इसके लिए मैं अगर मसीह का हूँ कि नहीं, उसमें के लिए सबसे बड़ा सबूत जो बात जानने के लिए वो है कि मुझ में आत्मा है कि नहीं. അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലെങ്കിൽ പിന്നെ അവന് എത്ര നല്ല പേരുണ്ടെങ്കിലും ചിലപ്പോൾ നല്ല നല്ല പേരായിരിക്കും. ആ പേര് കേട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്തീയ പേര് ചിലപ്പോൾ പത്രോസ് തന്നെ ആയിരിക്കാം. तो कुछ लोग क्या करते हैं, हम देखते हैं मसीह का आत्मा नहीं है तो फिर हम मसीह के है ही नहीं. ये तत्व है, ये हमें समझना है. हमें बाहरी रूप से कुछ अच्छा स्वभाव दिखाया या अच्छा यहाँ तक कि नाम भी डालते हैं. तो कुछ लोग विश्वासी लोग में क्या करते हैं, अच्छा मसीही नाम डालते हैं साबित करने के लिए मसीह है. यहाँ तक कि पत्रोस करके भी अगर डाल देगा तो भी फायदा नहीं है. നമുക്കറിയാം പലരും പേര് കേൾക്കുമ്പോഴേ ചോദിക്കും, നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ? कुछ लोग क्या बोलते हैं, नाम सुनकर बोलते हैं अरे आप मसीही है क्या? എന്നാൽ പേരുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിയാണ്, അങ്ങനെയാ ഈ ലോകം ഇപ്പൊ തിരിച്ചറിയുന്നത്. अभी तो पहचान दुनिया ऐसा पहचानता, संसार के लोग ऐसा पहचानते हैं. എന്നാൽ വേദപുസ്തകത്തിന്റെ അനുസരണത്തില് ഒരു ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്നത് അവനിൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. लेकिन वचन के आधार पर हम देखा जाए तो वचन ये कहता है कि यदि तुम में मसीह का आत्मा है तो ही तुम मसीह के जन हो. അപ്പോൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവുള്ളൂ. एक जो सच्चा रीति से नया जन्म पाकर जिसका उद्धार हो चुका है, उन्हीं के अंदर ही वो आत्मा है. അപ്പോൾ इന്ന് നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് വരികിൽ നാം ക്രിസ്തുവിനുള്ളവരാണ്. तो इसलिए अगर आज प्रभु का आत्मा हमें आ चुका है या फिर प्रभु का आत्मा को हमने पाया है तो हम लोग मसीह के हैं. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിശ്ചയമായിട്ടും ആ ആത്മാവിന്റെ ഫലമുള്ളവരായിരിക്കും, ആ ആത്മാവിന്റെ ഗുണമുള്ളവരായിരിക്കും. अगर वास्तव में प्रभु का आत्मा अगर हमारे अंदर है तो आत्मा का फल हम में रहेगा, वो आत्मा का सारे गुण हम में रहेगा. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ഹനിക്കുന്നവനല്ല, ക്രിസ്തുവിനെ പൂർണ്ണമായും പ്രതിബിംബിക്കുന്നവനാണ്. ഹനിക്കാന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ നാമത്തെ ഇല്ലാതാക്കുക. ओके तो जो सच्चा मसीह है करके बोलते समय में वो नहीं है जो मसीह का नाम को निंदा करता है या नाम को हानि करता है, बल्कि मसीह के लिए जीता है, वही है सच्चा मसीह. ഇന്ന് പറഞ്ഞ ക്രിസ്തീയ ഹാനികളാണ്. हाँ, आज बहुत लोग मसीह का नाम को हानि करने वाले लोग हैं और अपने आप को मसीही करके बोलते हैं. ഞാൻ നിങ്ങളോട് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരിക്കല് അലക്സാണ്ടർ രാജാവിന് മുമ്പിൽ ഒരു മോഷ്ടാവിനെ കൊണ്ടുവന്നു. हाँ, आप लोगों को शायद एक बार मैं पहले भी बोला होगा, एक बार अलेक्जेंडर राजा के सामने एक चोर को पकड़ कर लाया. അവനെ വിസ്തരിക്കും വേളയില് അലക്സാണ്ടർ അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. तो जब उसके साथ सवाल करते समय में अलेक्जेंडर ने वो चोर को पूछा, भाई तेरा नाम क्या है? അവൻ പറഞ്ഞു അലക്സാണ്ടർ എന്നാണ്. तो वो चोर भी बोलता है मेरा नाम भी अलेक्जेंडर है. ഉടനെ അലക്സാണ്ടർ രാജാവ് പറഞ്ഞു, ഒന്നെങ്കിൽ നിന്റെ ഈ കള്ളത്തരം അല്ലെങ്കിൽ ഈ വേല വിട്ടേക്കണം, അല്ലെങ്കിൽ നിന്റെ പേര് മാറ്റിയേക്കണം. तो अलेक्जेंडर गुस्सा कर बोलता है, वो चोर को कहता है कि या तो तू तेरा चोरी करने का स्वभाव है उसको तू बदल दे, या तो तेरा नाम तू बदल दे. കാരണം അലക്സാണ്ടർ എന്ന് പറയുന്ന ആ രാജാവിന്റെ നാമത്തെ പോലും ദുഷിക്കുന്ന ഒരു സ്വഭാവമാണ് നിന്നിലുള്ളത്. क्योंकि अलेक्जेंडर राजा करके वो महान राजा का नाम को निंदा करने का एक स्वभाव और नाम दे रहा है. പ്രിയമുള്ളവരെ, നമ്മളൊരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണ്? इसीलिए प्रिय हम लोग मसीह है करके बोलते समय में हम कौन है? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. हम लोग परमेश्वर के बच्चे हैं. നമ്മൾ വിശുദ്ധന്മാരാണ്. हम लोग पवित्र जन है. നമുക്കറിയാം, ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ അത് സത്യമായ കാര്യമാണ്. ആ അനുഭവം, ആ ഒരു
അവസ്ഥയും നമുക്കുണ്ടായിരിക്കും. तो इसके लिए ये एक बात सत्य बात है जब हम ये कहते हैं समय में, लेकिन ये सत्य का अवस्था हमारे अंदर रहना चाहिए. ഒരു ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട എല്ലാവരും വിശുദ്ധന്മാരാ. अब जैसे कि मैंने पहले भी कहा ना कि मसीह में जो बुलाए गए हैं वो सब अलग किए हुए पवित्र लोग हैं. കാരണം ഒരു വിശുദ്ധൻ എന്ന് പറയുമ്പോൾ, അല്ല ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ, അവൻ കർത്താവിന് വേണ്ടി ഈ ലോകത്തു നിന്നും വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരുവനാണ്. क्योंकि हाँ, मसीह के लिए बुलाया हुआ व्यक्ति है. बोलो तो क्या ये संसार से उसे उठाकर अलग करके प्रभु के लिए अलग करके रखा है. കാരണം ഒരു ക്രിസ്ത്യാനി അവനാണല്ലോ ദൈവത്തിന്റെ സഭയുടെ ഒരു അംഗം. क्योंकि मसीह ही करके बोलते समय में वो परमेश्वर का देह, प्रभु का देह का अंग है. ആ സഭയുടെ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ തന്നെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ, കർത്താവിന്റെ പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. तो इसलिए हम लोग कलीसिया के भाग है करके बोलते समय एक बात अच्छी तरह से समझना है. कलीसिया बोले हो तो इस समय में हम समझना है कि मसीह का देह है जिसका सर प्रभु यीशु मसीह है. तो ये मसीह कलीसिया करके बोलते समय में उसका अर्थ ही यही है कि वो अलग किए हुए लोग. इसलिए कलीसिया का लोगों की खासियत क्या है? प्रभु ने उनको एक खास उद्देश्य मकसद के उनको संसार से उठाकर अलग करके प्रभु में रखकर, ताकि प्रभु का एक सेवा को पूरा कर सके, उस इच्छा में है. उसी लोगों को कलीसिया करके कहते हैं. എല്ലാ വിശുദ്ധന്മാരും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. सभी पवित्र जन प्रभु में चुने हुए लोग हैं. എപ്പോൾ? कभी ലോക സ്ഥാപനത്തിന് മുന്നേ, संसार के निर्माण के पहले. നമ്മൾ ചിന്തിക്കുക, तो जरा सोचिए എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? क्यों प्रभु ने हमको चुना है. നമുക്കറിയാം, എഫേസ്യർ 1:4 വായിക്കുന്നുണ്ട്, एफेसर 1:4 में हम पढ़ते हैं, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. एफिशिएंस 1:4 पढ़ेंगे. 1:4. जैसा उसने हमें जगत की उत्पत्ति से पहले उसमें चुन लिया कि हम उसके निकट प्रेम और पवित्र और निर्दोष हो. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്, ताकि हम उनकी उपस्थिति में पवित्र और निष्कलंक प्रेम में बने रहने के लिए. എത്ര നല്ല പദവിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. कितना अच्छा पदवी प्रभु ने हमको स्थान दिया है. प्रभु ने हमको അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? उसके लिए प्रभु ने क्या किया है? കർത്താവ് അതിനുവേണ്ടി വലിയൊരു കാര്യം ചെയ്തു. उसके लिए प्रभु ने बहुत बड़ा कार्य भी किया. നമ്മള് കൊളോസ്യ ലേഖനം 1:21-22 വാക്യം വായിക്കുമ്പോൾ, कोलोस्यों का पुस्तक उसका पहला अध्याय उसका 22 और 23 हम पढ़ते हैं. कोलोशियंस 1:21-22. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. आमीन. पढ़ेंगे कोलोस्यों 1:21-22. तुम जो पहले निकाले हुए थे और बुरे कामों के कारण मन से बैरी थे, उसने अब उसकी शारीरिक देह की मृत्यु के द्वारा तुम्हारा भी मेल कर लिया, ताकि तुम्हें अपने सम्मुख पवित्र और निष्कलंक और निर्दोष बनाकर उपस्थित करे. पवित्र, निष्कलंक और निर्दोष रीति से उनके उपस्थित रख सके. അപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താലാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പിതാവിനോട് നിരപ്പിച്ചത്. उनके देह के शरीर के द्वारा, उनके मृत्यु के द्वारा है हमें उनके साथ मेल मिलाप किया है. ഒരു രീതിയിൽ ദൈവം നമ്മെ തന്നോട് നിരപ്പിക്കുവാൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. एक तरफ से देखा जाए तो परमेश्वर ने हमें अपने साथ मेल मिलाप करने के लिए उन्होंने अपना पुत्र को दिया. അതല്ലേ നമ്മള് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും കർത്താവ് സ്നേഹിച്ചു. इसलिए तो हम देखते हैं ना, परमेश्वर ने जगत से इतना प्रेम किया कि उन्होंने अपना एकलौता पुत्र को हमारे लिए दिया. പ്രിയമുള്ളവരെ, പാപം നിറഞ്ഞ ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ, അല്ല നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. क्योंकि पाप से भरा इस दुनिया को बचाने के लिए या हमें बचाकर हमें उद्धार देने के लिए प्रभु के परमेश्वर के पास और कोई रास्ता नहीं था. അപ്പോൾ നമ്മൾ നോക്കണം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അളവ് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ കഴിയും. നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. इसके लिए इससे हमें परमेश्वर का प्रेम का वो उसका गंभीरता को, गहराई को हम समझ सकते हैं. क्योंकि हमें बचाने
दिखाने के लिए परमेश्वर ने अपना एकलौता पुत्र को जगत में हमारे लिए दे दिया। ഏത് വ്യക്തിയും കർത്താവിൽ വിശ്വസിച്ചാൽ അവന് നിത്യജീവൻ. इसके लिए अभी कोई भी व्यक्ति या किस प्रकार का भी व्यक्ति क्यों ना हो, कैसा भी उसका अवस्था क्यों ना हो, जो कोई प्रभु यीशु मसीह पर विश्वास करेगा उसको उद्धार मिलेगा। പ്രിയമുള്ളവരെ, ഈ സ്നേഹം അനുഭവിക്കുവാൻ നമ്മൾ ഈ സത്യം ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുത്താൽ മതി. हाँ, तो ये सत्य का अनुभव में बने रहने के लिए बस ये सत्य को विश्वास कर अंगीकार करना काफी है। നമ്മൾ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാൻ അറിയാമോ? तो प्रेम बोलते समय में क्या वास्तव में हमें प्रेम करना आता है क्या? നാം ഒരിക്കലും സ്നേഹം എന്തെന്ന് അറിഞ്ഞിരുന്നില്ല हम പ്രിയമുള്ളവരെ. लोग कभी भी वो प्रभु का प्रेम नहीं जानते थे। നമുക്ക് സ്നേഹം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു, നൽകുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നു, അങ്ങനെയുള്ള സ്നേഹമാണ് നമ്മൾ അറിയുന്ന സ്നേഹം. हम जो प्रेम को जानते हैं वो किस तरह का प्रेम है कि जो हमसे प्रेम करेगा, जो हमसे अच्छे से व्यवहार करेगा, उनके साथ थोड़ा प्रेम करना, इस प्रकार का प्रेम ही हम जानते हैं। എന്നാൽ യഥാർത്ഥത്തിലുള്ള സ്നേഹം ദൈവം നമുക്ക് നൽകുകയാണ്. लेकिन सच्चा प्रेम वो प्रभु ने हमको दिया है। ഇനി നാം ദൈവത്തെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. अभी इसलिए हम लोग प्रभु से दोबारा प्रभु को प्रेम करने के लिए हम लोग जिम्मेदार है। നമ്മള് 1 യോഹന്നാൻ 4:19 വായിക്കുന്നത് ഇങ്ങനെയാണ്. पहला यूहन्ना 4:19 पर पढ़ते समय में 1 जॉन 4:19 അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. हाँ, वो पढ़ेंगे पहला यूहन्ना 4:19। हम इसलिए प्रेम करते हैं कि पहले उसने हमसे प्रेम किया। आमेन। അപ്പോൾ നാം എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്? हम उनसे क्यों प्रेम करते हैं? നമ്മളാണോ ആദ്യം സ്നേഹിച്ചത്? ദൈവമാണോ ആദ്യം സ്നേഹിച്ചത്? क्या हमने पहला उनसे प्रेम किया? क्या उन्होंने हमसे पहला प्रेम किया? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവം എന്നെ സ്നേഹിച്ചതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? कोई भी ऐसा बोल सकता है क्या मैंने पहला प्रभु से प्रेम किया, उसके बाद प्रभु ने मुझसे प्रेम किया? ऐसा कोई बोल सकता है क्या? പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതല്ല. हम लोग ने कभी भी परमेश्वर से पहला प्रेम नहीं किया। ദൈവം നമ്മളെ സ്നേഹിച്ചു. परमेश्वर ने पहला हमसे प्रेम किया। നമ്മൾ ആ സ്നേഹത്തെ നമ്മളൊന്ന് അറിയുന്നത് എത്ര നല്ല കാര്യമാണ്. आमेन। इसलिए वो प्रेम को जानना ही कितना आशीषित बात है। നമ്മൾ ആ സ്നേഹത്തിൽ വസിക്കേണ്ടവരാണ്. तो हम उस प्रेम में बने रहने वाले लोग हैं। ആ സ്നേഹത്തിൽ വസിക്കേണ്ടവരാണ്. പ്രേമ रहना चाहिए। हाँ, हम उस प्रेम में बने रहना चाहिए। Praise the Lord. Praise the Lord। ഞാൻ നിങ്ങളോടൊരു കാര്യം ഓർപ്പിക്കട്ടെ. इसलिए मैं आप लोगों को बताना चाहता हूँ। പ്രിയമുള്ളവരെ, ആ സ്നേഹം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പുത്രനെ പുത്രനിലൂടെ നൽകിയ ശേഷം, പുത്രനെ തിരസ്കരിച്ച ശേഷം तन्ने परिशुद्धात्माने നമുക്ക് നൽകിയത്. इसके लिए उस प्रेम में हमें रहने के लिए परमेश्वर ने अपना पुत्र को देकर वो मरकर पुनरुद्धार हो जाने के बाद उन्होंने पवित्र आत्मा हमको दिया. Praise the Lord. Amen. ആ ആത്മാവിലൂടെയാണ് ഇന്ന് നമ്മൾ ആ സ്നേഹം യഥാർത്ഥത്തിൽ ആസ്വദിക്കുകയും ആ സ്നേഹം പൈരുകയും ചെയ്യുന്നു. आज उस पवित्र आत्मा की वजह से है, उनके द्वारा है, उस प्रेम का हम लोग खुद अनुभव भी करते हैं और बांटते भी है. അത് നമ്മൾ റോമർ 5:5 വായിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. वो रोमियो का पुस्तक 5:5 में रोमन्स 5:5 में हम पढ़ते हैं. നമുക്ക് നൽകിയ ആ പരിശുദ്ധാത്മാവിനാൽ തന്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം പകർന്നിരിക്കുക. हम देखते हैं कि परमेश्वर का वो प्रेम को हमें जानने के लिए उन्होंने अपना आत्मा को हमारे अंदर उंडेला है. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതല്ല, इसलिए हमने नहीं परमेश्वर से पहला प्रेम किया, ദൈവം നമ്മളെ സ്നേഹിച്ചു. परमेश्वर ने पहला हमसे प्रेम किया. അത് തന്നെയാണ് 1 യോഹന്നാൻ 4:10 വായിക്കുന്നത്. वही बात हम पहला यूहन्ना 4:10 में भी हम पढ़ते हैं. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, हम लोग ने परमेश्वर से प्रेम नहीं किया, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകും. पढ़ेंगे पहला यूहन्ना 4:10. प्रेम इसमें नहीं कि हमने परमेश्वर से प्रेम किया, पर इसमें है कि उसने हमसे प्रेम किया और हमारे पापों के प्रायश्चित्त के लिए अपने पुत्र को भेजा. आमीन. അപ്പോൾ സാക്ഷാൽ സ്നേഹം ഏതാണ്? तो सच्चा प्रेम कौन सा है? നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ തന്റെ പുത്രനെ നമുക്ക് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു. അതാണ് സാക്ഷാൽ സ്നേഹം. हमें छुटकारा देने के लिए, हमें बचाने के लिए परमेश्वर ने अपने पुत्र को भेजकर हमें पापों का प्रायश्चित कराया. उसी में है सच्चा प्रेम. आमीन. ഇത്ര വലിയ സ്നേഹം, इतना बड़ा प्रेम, ഇത്ര വലിയ സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്കും പ്രിയമുള്ളവരെ, അതിന് നമുക്ക് ഒരിക്കലും നമുക്കതിനൊന്നും വർണ്ണിക്കാൻ കഴിയില്ല. इतना बड़ा प्रेम हमारे ऊपर किया बोला तो वो बड़ा प्रेम को हम लोग माप के वर्णन नहीं कर सकते. അതുകൊണ്ടാണ് ഒരു ശ്രേഷ്ഠനായ ദേവദാസൻ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ദൈവത്തിന്റെ സ്നേഹം അത് വർണ്ണിക്കാനായിട്ട് നമ്മുടെ നാവുകൾ പര്യാപ്തമല്ല. इसलिए प्रभु का दास इस तरह गीत में इस तरह कहता है कि बताता है कि हमें वो परमेश्वर का वो उस प्रेम को वर्णन करने के लिए हमारे पास वो काबिलियत वो है ही नहीं, वो गुण कि परमेश्वर का प्रेम को अपने होठों से हम बता सके. ആ സ്നേഹത്തെ ഒന്ന് വർണ്ണിക്കുവാൻ, उस प्रेम को वर्णन करने के लिए ഈ ആകാശവിധാനം മുഴുവനും പേപ്പറായി തീർന്നാലും, ये पूरा आकाश
जो एक आकाश जो है, आसमान जो है, अगर वो एक कागज बन जाए तो, ഈ സമുദ്രത്തിലെ മുഴുവൻ പിന്നെ വെള്ളവും മഷിയായി തീർന്നാലും, और ये समुद्र का पूरा पानी अगर वो इंक बन जाए तो, ഈ ലോകത്തിലുള്ള സകല മരങ്ങളും പേനയായി തീർന്നാലും, और ये दुनिया का सारा पेड़ या वृक्ष अगर एक पेन बन जाए तो, ആ സ്നേഹത്തിന്റെ ഒരു ഭാഗം പോലും എഴുതി തീർക്കാൻ കഴിയില്ല. लेकिन उस प्रेम का भाग का एक छोटा सा भाग भी ये पूरा आकाश विधान में लिख देगा तो भी वो होगा नहीं करके, इतना बड़ा परमेश्वर का प्रेम है. അയ്യോ, അതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എത്രമാത്രം ഉത്സാഹിക്കണം പ്രിയമുള്ളവരെ. इसलिए प्रिय उस महान प्रेम को जानने के लिए हम लोग कितना उत्साह में रहना चाहिए. നമ്മള് ആ സ്നേഹത്തെയാണ് ഇന്ന് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. इसके लिए आज उस प्रेम, वो महान प्रेम को प्रभु ने हमको दिया है. ആ സ്നേഹത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. उस प्रेम में है हमें सब बातें करना चाहिए. നമ്മൾ കർത്താവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ്. क्योंकि अगर हम प्रभु में है करके अगर हम बोलते समय में मतलब यही है कि हम प्रेम में है. നമുക്കറിയാലോ, കർത്താവ് പല പ്രാവശ്യം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-5 വാക്യത്തില് കർത്താവ് തുടർമാനമായിട്ട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിപ്പിൻ എന്ന് തുടർമാനമായിട്ട് ഇവിടെ വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും 15-ാം അധ്യായം. യോഹन्ना का सुसमाचार 15 अध्याय का 4 और 5 जब पढ़ते समय में जॉन गॉस्पेल चैप्टर 15 वर्स 4 और 5 में बार मुझ में बने रहो करके इस तरह का शब्द प्रभु वहां पर इस्तेमाल करता है. നമ്മൾ ചിന്തിക്കണേ, इसलिए हमें इधर सोचना है എന്ന് പറഞ്ഞാല് ഇവിടെ എന്നിൽ വസിപ്പീൻ, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ, ഈ പ്രയോഗങ്ങൾ അവിടെ നമുക്ക് തുടർമാനമായിട്ട് അവിടെ അതിന്റെ പിന്നെ 4 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ 10 പ്രാവശ്യം എന്നിൽ വസിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. तो 15 अध्याय का 4 से लेकर 10 तक जब हम पढ़ते रहेंगे, 15 अध्याय का खासियत यह है कि प्रभु में बना रहने का अवस्था में बोला गया है. लेकिन उसका 4 से लेकर 10 तक पढ़ेंगे तो 10 बार मुझ में बने रहो, मेरे प्रेम में बने रहो करके इस तरह का शब्द इस्तेमाल किया है. അപ്പോൾ ഇവിടെ നമുക്ക് അതിന്റെ 4-ാം വാക്യം, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. 15 का 4 पढ़ेंगे. तुम मुझ में बने रहो और मैं तुम में. जैसे डाली यदि दाखलता में बनी न रहे तो अपने आप से नहीं फलती, वैसे ही तुम भी यदि मुझ में बने न रहो तो नहीं फल सकते. അപ്പോൾ ഇന്നത്തെ അതിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നത് वाक्य 9 में എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ, എന്റെ അവസാനം. और उसका जॉन 15:9 का आखिरी भाग में हम पढ़ते हैं कि मेरा प्रेम में बने रहो. അപ്പോൾ ഇവിടെ തുടർമാനമായിട്ട് നമുക്ക് ആ വസിക്കുന്ന കാര്യത്തെ കുറിച്ച് കാണാൻ കഴിയും. तो हमें वहां पर ज्यादा भी करके बने रहने का अवस्था को वहां पर बताया गया है. പ്രൈസ് ദി ലോർഡ്. आमेन. അപ്പോൾ നമുക്ക് ഞാൻ ഇന്ന് കർത്താവിലാണോ എന്നുള്ളത് എങ്ങനെ അറിയാൻ കഴിയും? तो इसलिए आज मैं प्रभु में हूँ कि नहीं, ये बात मैं कैसा जान सकता हूँ? അതിന്റെ വ്യക്തമായ ഒരു തെളിവ് അവൻ സ്നേഹത്തിലായിരിക്കും എന്നുള്ളതാണ്. उसका स्पष्ट सबूत ये है कि वो प्रेम में बना रहेगा. ഞാൻ അതിന്റെ നമ്മൾ 1 യോഹന്നാൻ 4:16 അവസാനം അങ്ങനെ വായിക്കുന്നുണ്ട്. पहला യോഹन्ना 4 का 16 का आखिरी भाग में 1 जॉन 4:16 ദൈവം സ്നേഹം തന്നെ, परमेश्वर तो प्रेम है, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. और जो प्रेम में बना रहता है वो परमेश्वर में है और परमेश्वर उसमें है. എത്ര ക്ലിയർ ആയല്ലേ? कितना स्पष्ट रीति से लिखा है ना. അപ്പോൾ നമ്മള് ദൈവം സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സ്നേഹത്തിൽ വസിക്കുന്നെങ്കിൽ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു, അങ്ങനെയുള്ളവരിൽ ദൈവവും വസിക്കുന്നു എന്നാ പറഞ്ഞത്. क्योंकि परमेश्वर प्रेम होने की वजह से जो कोई प्रेम में बना रहता है वो परमेश्वर उसमें और वो परमेश्वर में बना रहता है. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് പിന്നെ പൗലോസിലെ പറഞ്ഞൊരു സാക്ഷി നമ്മൾ കേൾക്കുകയുണ്ടായി. हम गए दिनों में प्रेरित पौलुस का गवाही को हमने देखा. റോമർ 8:35 रोमियो 8 का 35 में, रोमन्स 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ. कौन है हमें मसीह के प्रेम से हमें अलग कर सकता है? മീൻസ് അതൊരു വലിയ ചലഞ്ചിങ് ആണ്. हाँ, यानी कि वो एक बहुत बड़ा चैलेंज करके कहता है ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാ. कौन है हमें जो मसीह के प्रेम से अलग कर सकता है? അവിടെ പറഞ്ഞ് 17 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞതായിട്ട് നമ്മൾ ചിന്തിക്കും.
और उसके बाद नीचे हमने 17 बातों को हमने देखा जो दूर करने के लिए कोशिश करने के लिए आएगा। പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലും എന്നെ ഈ ദൈവ സ്നേഹത്തിന് ഒന്നിനും മാറ്റുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. इसलिए प्रियो, हमारे जीवन में भी हमारा उस प्रेम में बने हुए लोगों को ये गवाही देना चाहिए कि प्रभु आपका इस प्रेम से हमें कोई अलग नहीं कर सकता। മാത്രമല്ല, केवल उतना ही नहीं, ഈ സ്നേഹം എങ്ങനെയെങ്കിലും പുറമേ കാണിക്കുന്ന, ഒന്ന് ചിരിച്ചു കാണിക്കുന്ന ഒരു സ്നേഹം മാത്രമല്ല. ये प्रेम बोला तो ऐसी बाहर से हंसकर दिखाकर, बाहर से ऐसा अभिनय करके दिखाने वाला चीज नहीं है। അപ്പോൾ നമുക്ക് ആ സ്നേഹത്തെയും നമ്മൾ ശരിക്കും തിരിച്ചറിയണം. इसके लिए वो पहला वो प्रेम को पहचानना चाहिए। കാരണം തന്റെ ശിഷ്യന്മാരുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ളത്. क्योंकि हमें प्रभु की ओर से मिला हुआ ये आज्ञा है कि हम आपस में प्रेम करो। അത് കർത്താവിന്റെ ഒരു പുതിയൊരു കൽപ്പനയാണ്. और वो प्रभु का एक नया आज्ञा है। അത് എങ്ങനെ സ്നേഹിക്കണം, और किस रीति से प्रेम करना है। ആ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് മാതൃക അത് ക്രിസ്തു നമ്മെ സ്നേഹിച്ചതാണ്. और दूसरों को प्रेम करने के विषय में उसका आदर्श, एक नमूना हम देखते हैं जैसा मसीह ने हमसे प्रेम किया उस रीति से। അതാണ് കർത്താവ് പറഞ്ഞത്. वही प्रभु कहता है। നമ്മള് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യം. യോഹന്നാൻ का सुसमाचार 13 अध्याय उसका 34 और 35 में, जॉन चैप्टर 13, 34, 35। നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്നെല്ലാവരും അറിയും. पढ़ेंगे। मैं तुम्हें एक नई आज्ञा देता हूँ कि एक दूसरे से प्रेम रखो। जैसा मैंने तुमसे प्रेम रखा है वैसा ही तुम भी एक दूसरे से प्रेम रखो। यदि आपस में प्रेम रखोगे तो इसी से सब जानेंगे कि तुम मेरे चेले हो। അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം, ദൈവം തന്റെ സഭയ്ക്ക് അല്ലെങ്കിൽ തന്റെ ജനത്തിന് ഒരു വലിയ കൽപ്പന കൊടുത്തിട്ടുണ്ട്, പുതിയ കൽപ്പന. इसके लिए हम यहाँ पर हम देखते हैं कि प्रभु ने अपने कलीसिया को एक नया आज्ञा दिया है। അപ്പോൾ ഈ കൽപ്പനയെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ये आज्ञा को हमें ध्यान से मानना है। Praise the Lord. मैं ഇത് സൂക്ഷിക്കാത്തതാണ് ഇന്ന് സഭകൾക്കൊക്കെയുള്ള പ്രശ്നം. आज ये आज्ञा को पालन नहीं करने की वजह से तो कलीसिया में तकलीफ होता है। പ്രിയമുള്ളവരെ, നമ്മൾ എന്തെല്ലാം കാര്യം ചെയ്താലും കർത്താവ് നമുക്ക് നൽകിയ ഈ പുതിയ ആ കൽപ്പനയെ നമ്മൾക്ക് വിലയേറിയതായി കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മൾ കർത്താവിന്റെ ജനമായിട്ട് പറയാൻ കഴിയും? तो अगर हम कितना मसीह है करके हम लोग बोलेगा तो भी, लेकिन प्रभु का आज्ञा को पालन करने अगर नहीं हो रहा है तो फिर कैसा हम बोल सकते हैं हम मसीह है। അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം നമ്മൾ വെറുതെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു മാനുഷികമായ നിലവാരത്തിൽ സ്നേഹം കാണിച്ചാൽ പോരാ. तो इसके लिए हम प्रेम करते हैं करके बोलते हैं समय में ऐसा भारी रूप में दिखाना या मनुष्य रीति से दिखाना उस तरह नहीं। ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കണം. जैसा मसीह ने हमसे प्रेम किया उस रीति से हमें प्रेम करना है। അപ്പോൾ അങ്ങനെ ഒരു സ്നേഹത്തിലേക്കാണ് നമ്മൾ വളരണ്ടേ. उस प्रेम में हमें बढ़ना है। ഈ സ്നേഹത്തിൽ ഒരു ദിവസം കൊണ്ടൊക്കെ എത്തിച്ചേരുന്ന ഒരു കാര്യമല്ല. और इस प्रेम में हमें अचानक एक दिन से बढ़ जाएगा ऐसा नहीं है। ഞാൻ പറഞ്ഞില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പൗലോസ്ലീഹ എഫേസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ആ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഒക്കെ നിങ്ങൾ അറിയണം. അത് നമ്മൾ അറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ ദിവസവും പരിശ്രമിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പോലും. तो इसीलिए हमने गए दिनों में हम लोग एफेसियों की पुस्तक में प्रेरित पौलुस किस तरह प्रार्थना करने के लिए अवस्था में आते समय में वहां पर भी देखो उस प्रेम में बढ़ने के लिए कहता है, और किस रीति में उसका ऊंचाई, लंबाई, गहराई और चौड़ाई में बढ़ने के लिए। അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, इधर प्रभु कहता है, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. जिस तरह मैंने तुमसे प्रेम किया इस तरह तुम भी आपस में प्रेम करो। അപ്പോൾ അങ്ങനെ സ്നേഹിക്കുമ്പോൾ കർത്താവിന് പിന്നെ അവരെ വിട്ടു നിൽക്കാൻ കഴിയില്ല. अगर ऐसा प्रेम करेंगे तो फिर हम कभी भी प्रभु को छोड़कर नहीं जा पाएंगे। അങ്ങനെയുള്ളവരോട് കൂടെ ദൈവം വസിക്കും. ऐसे लोगों के साथ प्रभु बना रहता है। നമ്മള് 1 യോഹന്നാൻ 4:12-13 വായിക്കുമ്പോൾ, पहला യോഹന്നാൻ 4:12-13 में, നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. पढ़ेंगे 1 जॉन चैप्टर 4:12-13। पर परमेश्वर को कभी किसी ने नहीं देखा। यदि हम आपस में प्रेम रखें तो परमेश्वर हमें बना रहता है और उसका प्रेम हमें सिद्ध हो गया है। इसी से हम जानते हैं कि हम उसमें बने रहते हैं और हम उनमें, क्योंकि उसने अपने आत्मा से हमें क्योंकि उसने अपने आत्मा से हमें दिया है। ഓക്കെ, ആത്മാക്കോ हमें दिया। ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഈ പലരും ചില പരിഭാഷയിലൊക്കെ ഇച്ചിരി വ്യത്യാസമുള്ള ചിലപ്പോൾ വലിയ അർത്ഥവ്യത്യാസം വരും. कभी कभी परिभाषा में पढ़ते समय में थोड़ा अर्थ अलग हो जाता तो उसका पूरा वो अलग ही अर्थ में चले जाता है। അവൻ തന്റെ ആത്മാവിനെ
തന്നെ അവൻ നമുക്ക് എന്ത് ചെയ്തു? അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ അവൻ തന്റെ ആത്മാവിനെ നമുക്ക് തന്നു. तो उन्होंने अपना आत्मा को हमें देने की वजह से उन्होंने अपना आत्मा को हमें दिया. Praise the Lord. Amen. അപ്പോൾ അല്ലല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് ആ പുത്രത്വത്തിന്റെ ആത്മാവാണ്. क्योंकि हमें जो आत्मा दिया गया है वो लेपालक का आत्मा यानी कि पुत्रत्व का आत्मा है. അപ്പോൾ നമ്മളെ ഏതെങ്കിലും ഒരു പരിശ്രമം കൊണ്ടല്ല നമ്മള് സ്നേഹിക്കേണ്ടത്. तो हमें इसलिए कोई अभ्यास करके कम मेहनत करके बाहरी रीति से नहीं हमें प्रेम करना है. നമ്മൾ ആ ആത്മാവിനാലാണ് സ്നേഹിക്കുന്നത്. Amen. हमें उस आत्मा में बने रहकर प्रेम करना है. നമ്മൾ ഇന്നലെ ആത്മാവിന്റെ ഫലം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. आप लोगों को कल आत्मा का फल के विषय में बोला, आप लोगों को याद रहेगा ना. ആത്മാവിന്റെ ഫലം സ്നേഹം, आत्मा का फल हम देखते हैं प्रेम है. അപ്പോൾ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ആ ഫലവും നമുക്ക് കാണുവാൻ तो കഴിയണം. अगर आत्मा हमें है तो फल भी दिखेगा. ഞാനൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കട്ടെ. मैं एक बात याद दिलाना चाहता हूँ. നമ്മളെ ആത്മാവ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഒരു ആത്മാവിന്റെ നിറവിന്റെ ആവശ്യം. हाँ, तो अगर हम आत्मा में है करके बोलते हैं समय में उसी के साथ साथ आत्मा में भरना भी हमको चाहिए. ഈ ആത്മാവിൽ നിറയുമെന്നുള്ളത് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അതൊരു കൽപ്പനയാണ്. हाँ, आत्मा में भरो करके जब वचन बोलते हम पढ़ते समय में वो एक आज्ञा के रूप में दिया गया है. നമ്മള് എഫേസ്യലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തില് നമുക്ക് കാണാൻ കഴിയുന്നത് एफेसियों का पुस्तक उसका 5वां अध्याय 18 वाक्य में Ephesians 5:18 അതിന്റെ അവസാനത്താണ്. എനിക്ക് മലയാളത്തിൽ അതിന്റെ അവസാനമാണ് ആത്മാവ് നിറഞ്ഞവരാ. അപ്പൊ ആത്മാവിൽ നിറയുവിൻ എന്ന് തന്നെയാണ്. हाँ, उसका 18 का बी पार्ट में हम देखते हैं कि आत्मा में भरो. നമ്മള് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവുക, എന്നാൽ അവിടെ ആത്മാവിൽ നിറയുവിൻ. हाँ, तो उसमें हिंदी में आत्मा में परिपूर्ण हो जाओ लिखते समय में आत्मा में भरो. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് എന്ത് വേണം? तो इसके लिए आत्मा प्रतिदिन हमें आत्मा में हमें क्या होना है? നമുക്ക് ആത്മാവിൽ നിറയപ്പെടണം. इस आत्मा में भर जाना है, परिपूर्ण होना है. ആത്മാവിൽ നിറയപ്പെടുകയാണെങ്കിൽ പിന്നെ ആത്മാവിനെ നടത്തപ്പെടുന്ന അനുഭവം ഉണ്ടായി. जो आत्मा में भर जाता है वही आत्मा के अनुसार चलेगा. ആത്മാവിനെ നടത്തപ്പെടുകയാണെങ്കിൽ ആത്മാവിന്റെ ഫലം വെളിപ്പെടും. और जो आत्मा के अनुसार चलेगा उसी के अंदर आत्मा का फल भी प्रकट होगा. Praise the Lord. Amen. നമ്മൾ ഈ ആത്മാവിനെ നിറയപ്പെടുന്നില്ലെങ്കിൽ പിന്നെ മിക്കവാറും നമ്മൾ നടക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ശരീരത്തിനെ അനുസരിച്ചായിരിക്കും. तो अगर हम लोग आत्मा में ही अगर हम भरे नहीं रहेंगे तो क्या होगा? हम लोग अपने शरीर की अभिलाषा के इच्छा के अनुसार हम चल रहे हैं. നമുക്കറിയാം കർത്താവ് എപ്പോഴും ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ പരിശുദ്ധാത്മാവാണ് തന്നെ നടത്തിയത്. हम जानते हैं ना, प्रभु जब इस दुनिया में जीते समय में हम देखते ज्यादा भी समय में हम देखते अवस्था प्रभु का अवस्था में प्रभु का आत्मा था जो प्रभु को चलाया था. അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമുക്കറിയാം. ലൂക്കോസ് നമ്മള് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, കർത്താവ് എപ്പോഴും ആത്മാവിന്റെ നിറവിൽ ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്തേ. तो इसलिए एक बात हमें समझना है, प्रभु का अवस्था में प्रभु का एक अगुवाई में हम देखते हैं कि प्रभु हमेशा आत्मा के अगुवाई के अनुसार वो चलता था. നമ്മള് ലൂക്കോസ് 4:1 വായിക്കുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. लूका का सुसमाचार 4:1 में हम पढ़ते हैं. लूक चैप्टर 4:1. फिर यीशु पवित्र आत्मा से भरा हुआ यरदन से लौटा और आगे और 40 दिन तक आत्मा के सिखाए से जंगल में फिरता रहा. हाँ, देखो तो वो पहला पवित्र आत्मा में भरा और पवित्र आत्मा के द्वारा जंगल में फिरता रहा या वहां पर बना रहा. 14-ാം വാക്യത്തിൽ വായിക്കുന്നത് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. उसका 14 पढ़ेंगे. 4:14 लूक 4:14. फिर यीशु आत्मा की सामर्थ से भरा हुआ गलील को लौटा. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് സമയത്തും കർത്താവ് ഈ ആത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു. इसलिए हम देखते हैं कि प्रभु हमेशा आत्मा में भरा हुआ अवस्था में रहता था और भरकर आत्मा का अगुवाई के अनुसार आत्मा में चलाया भी जाता था. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങനെയാ നടക്കുന്നേ? तो आज हम कैसा चलते हैं? നമ്മളിൽ ആത്മാവുണ്ട്, आज हमें आत्मा है, എന്നാൽ പലപ്പോഴും ഈ ആത്മാവിന്റെ ആ ശരിക്കുള്ള നിറവില്ലാത്തത് കൊണ്ട് നമുക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ കഴിയില്ല. तो लेकिन बहुत बार क्या होता है, उस आत्मा में भर नहीं जाने की वजह से हमें सही रीति से चलने नहीं हो पाता. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകൂ. लेकिन जो प्रभु का आत्मा से जो भर जाता है वही परमेश्वर को प्रसन्न कर सकता है. നമ്മൾ ദൈവത്തിന്റെ ആത്മനിയോഗത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യും. इसलिए हमेशा हमें परमेश्वर का आत्मा का नियोग या आत्मा जो कहता है उसके अनुसार हमें करना है. അതാണ് സഭയുടെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഓരോ വിശുദ്ധന്റെയും കർത്തവ്യം. वही एक कलीसिया का यानी कि नया जन्म पाया हुआ हर एक पवित्र जन का एक जिम्मेदारी है. നമ്മള് റോമാലേഖനം 8:12-13 വാക്യം വായിക്കുമ്പോൾ रोमियो का 8:12 और 13 में रोमन्स 8:12-13 ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. हाँ, उसको पढ़ेंगे 12 और 13. इसलिए हे भाइयों, हम शरीर के कर्जदार नहीं कि शरीर के अनुसार दिन काटे, क्योंकि यदि हम शरीर के अनुसार दिन काटेंगे
तो मरेंगे, यदि आत्मा से देह की क्रिया को मारेंगे तो जीवित रहेंगे। അപ്പോൾ നമുക്ക് ഒരു ആത്മനിറവിന്റെ അനുഭവം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയൂ. तो ये अपना आत्मा के अगुवाई के अनुसार चलेंगे तो ही ये शारीरिक अभिलाषा को उसको खत्म करके हम मारकर हम जी सकते हैं। ഇവരെ ജഡത്തെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അല്ല നമ്മൾ വിളിച്ച് വേർതിരിക്കപ്പെട്ടത്. हमें इस पाप में शरीर की अभिलाषा को पूरा करके जीने के लिए नहीं, हमें अलग करके बुलाया है। എന്നിട്ട് അതിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. 8 का 14 भी पढ़ेंगे 8:14। इसलिए कि जितने लोग परमेश्वर के आत्मा के चलाए चलते हैं वही परमेश्वर के पुत्र है। आमीन। അപ്പോൾ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് തന്നെ നയിക്കും. तो इसके लिए हमें हमेशा हमारे ओर से ये एक जिम्मेदारी अवस्था यह है कि हमें हमेशा आत्मा से भर जाना है। आत्मा से अगर भर गया तो आत्मा के अनुसार चलाया जाएगा। ഈ ആത്മാവിൽ നിറയുക എന്നുള്ളത് ഒരു പ്രാവശ്യത്തെ അനുഭവമല്ല. और आत्मा में भर जाना बोला तो ये एक बार का अनुभव है, एक ही बार के लिए है, ऐसा नहीं है। ഇതെല്ലാ ദിവസവും ഈ അനുഭവം പ്രാപിക്കണം. ये प्रतिदिन हमें भरना है। आमीन। നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ ആത്മനിറവോടെ ആരംഭിക്കുവാനായിട്ട് നമ്മളെ ആത്മാവിന് നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കണം. हमें प्रतिदिन आत्मा में भर जाने का अवस्था में हो जाने के लिए अपने आप को आत्मा में समर्पण करना है। നമ്മൾ ഈ ആത്മാവിനാൽ നിറയാന്ന് പറയാൻ തന്നെ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. अभी आत्मा में भर जाओ करके जब मैं ये शब्द बोलते समय में कितने लोग इसको सही अर्थ से समझते हैं ये मैं नहीं जानता। നമ്മൾ ആത്മാവിനെ നിറയാന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുകയാണ് ആത്മാവിന്. അപ്പോൾ നമുക്ക് എത്രമാത്രം ആത്മാവിന് നമ്മളെ ലഭിക്കുന്നു അത്രയും നിറവ് നമുക്ക് ലഭിക്കും. तो हमें आत्मा में भर जाना मतलब क्या, हमें अपने आप को आत्मा के उपस्थिति में समर्पण करने का विषय में, यानी कि पवित्र आत्मा ने मुझे कितना पा लिया है, पवित्र आत्मा के अधीन में मैं कितना आ चुका हूँ, उस बात को हम कहते हैं आत्मा में भर जाना। പലരും ചിന്തിക്കാറുണ്ട്, कुछ लोग सोचते हैं എനിക്കൊരു വിശുദ്ധ ജീവൻ നയിക്കണം, मुझे एक पवित्र जीवन तो जीना है, പക്ഷെ അവന്റെ വിശുദ്ധ ജീവിതത്തിന് അവൻ തന്നെ ഒരു പരിധി വെച്ചിട്ടുണ്ട്. लेकिन उसका पवित्र जीवन के लिए उसी ने ही बहुत सा एक रुकावट या एक रेखा बांध के रखा है, सीमा रखा है। അപ്പോൾ ആ പരിധി കഴിഞ്ഞ് പുള്ളി പോയില്ല. उस सीमा को वो तोड़कर नहीं जाएगा। അപ്പോൾ അവന്റെ നിർണയം വരെയുള്ള പരിധി വരെയുള്ള അവനെ വിശുദ്ധി നയിക്കാൻ പറ്റും. यानी कि उसने जितना सोच कर रखा है वो सोच कर सीमा की उतने में ही वो पवित्रता ही जीता है, അതിനപ്പുറത്തേക്ക് അവൻ പോകുന്നില്ല. उसके आगे वो नहीं जाता। ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിക്ക് വളരണമെങ്കിൽ നമ്മൾ പരിധികൾ വെക്കാൻ പാടില്ല. हाँ, अगर परमेश्वर ने जो इच्छा रखा है कि हमें पवित्रता के जीवन में जीने के लिए, परमेश्वर की इच्छा के सामने हमें उसके सामने सीमा नहीं रखना है। അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരാൻ പറ്റില്ല. अगर ऐसा सीमाएं रख दिया तो फिर हमें बढ़ने नहीं हो पाएगा। ഇതുപോലെ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ സമ്പൂർണമായും ആത്മാവിന് വിധേയപ്പെടുത്തുക, വിനയപ്പെടുക, ഏൽപ്പിച്ചു കൊടുക്കുക, ആത്മാവിന് നമ്മൾ അവൈലബിൾ ആയി തീരുക, അവിടെയാണ് നമുക്ക് ആ നിറവ് ഉണ്ടാകും. तो इसलिए आत्मा में भर जाने के विषय में बोलते समय में आत्मा की उपस्थिति में हमें अधीन होना है, आत्मा के सामने हमें समर्पण करना है, आत्मा को हमें उपलब्ध होना चाहिए। हम आत्मा के उपलब्ध लेने का अवस्था में रहने को ही आत्मा में भरना कहते हैं। ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഒരിക്കൽ കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചതാണ്. हमें एक बार तो प्रभु के लिए हमने अपने आप को समर्पण किया है प्रभु की उपस्थिति में, എന്നാൽ അത് മാത്രം പോരാ. लेकिन वो उतना काफी नहीं है। നമുക്ക് ഓരോ ദിവസവും നമ്മളെ കർത്താവിന് സമർപ്പിക്കണം. हमें एक दिन हमें प्रभु में समर्पण करना है। അങ്ങനെയുള്ള സമർപ്പണത്തിൽ നമ്മൾ ജയിച്ചാൽ നമുക്ക് ഓരോ ദിവസവും ആത്മനിറവിൽ ജീവിതം നയിക്കാൻ കഴിയും. हमें समर्पण में अगर हमें विजय हुआ तो हम लोग हमेशा फिर आत्मा का भरने का अवस्था में हम पूर्णता में बढ़ते रहेंगे। നമുക്കറിയാം, പിന്നെ പൗലോസ് എപ്പോഴും ആത്മപൂർണനായി ആത്മനിറവോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. हम जानते हैं पौलुस का जीवन में आत्मा की परिपूर्णता में आत्मा से भरकर जीने वाला व्यक्ति था। അതുകൊണ്ട് പിന്നെ ഈ ജഡം എപ്പോഴും ആത്മാ ജീവിതത്തെ അല്ലെങ്കിൽ ആത്മാവിന്റെ നടത്തിപ്പുകൾക്ക് വിരോധമായി നിൽക്കും. तो हमारे ये पापमय शरीर जो है, यानी कि ये शरीर का जो स्वभाव जो है वो हमेशा आत्मा के खिलाफ रहता है। എന്നാൽ അവര് ആത്മപൂർണനാണെങ്കിൽ നമുക്ക് അതിനെ ജയിക്കാൻ പറ്റും. लेकिन आत्मा परिपूर्ण से भरा हुआ या आत्मा में भरा हुआ व्यक्ति ये सब अभिलाषाओं से विजय पा सकते हैं। അതുകൊണ്ട് താൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാ? तो उन्होंने क्या किया? നമ്മള് 1 കൊരിന്ത്യർ 9:27 വാക്യം വായിക്കുമ്പോൾ 1 कोरिन्थी 9:27 में 1 Corinthians 9:27 മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളാതായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊള്ളരുതാത്തവരായി പോകാം, സാധ്യതയുണ്ട്. പക്ഷെ അതിനെ എന്ത് ചെയ്യുന്നു? ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. താൻ അതുപോലെ ആത്മാവിൽ ശക്തിപ്പെട്ടു. अब उसका पढ़ेंगे 1 कोरिन्थी उसका 9:27। परंतु मैं अपनी देह को मारता कूटता और वश में लाता हूँ,
ऐसा न हो कि औरों को प्रचार करके मैं आप ही किसी ही रीति से निकम्मा ठहरूं। देखो, यानी कि निकम्मा ठहरने का अवस्था हो सकता है, या ये निकम्मा ठहरने का अवस्था ना होने के लिए पौलुस क्या करता था, वो अपने शरीर को नियंत्रण में लाता था। ये शरीर को नियंत्रण के लाने की वजह से वो टुकराया नहीं जाता था। उस अवस्थे में वो टुकराया जाने का अवस्था में, यानी कि उस शरीर को उसको कैसे काबू में करता था, आत्मा में अधीन रहेगा तो ही होता है। मतलब उतना वो आत्मा में भर गया ताकि उसको शरीर को नियंत्रण में ला सके। അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ ആത്മാവിനാൽ ഭരിച്ച് നടത്തപ്പെടുമ്പോൾ ഈ ആത്മാവിന്റെ ഫലം നമ്മളിൽ വെളിപ്പെട്ടു വരും. तो आत्मा का अधीन होकर अगर हम जिएंगे तो क्या होगा, आत्मा अगर हमें चलाएगा तो क्या होगा, आत्मा का फल प्रकट होगा। ദൈവത്തിന്റെ പിന്നെ ഹിതപ്രകാരം നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയും. परमेश्वर की इच्छा के अनुसार हम उनको महिमा हम कर पाएंगे। നമുക്കറിയാം കർത്താവിന്റെ നമ്മളോടുള്ള സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. हमें परमेश्वर को हमारे विषय में हमसे वो किस रीति से प्रेम करता है, वो प्रेम का बातों को हमने देखा। അത് മാറ്റമില്ലാത്ത സ്നേഹമാണെന്ന് നമ്മൾ യോഹന്നാൻ 13:1 വായിക്കുകയുണ്ടായി. यूहन्ना 13:1 में हम पढ़ते समय में, जॉन 13:1 में, वो कभी ना बदलने वाला प्रेम है। അത് ദിവ്യ സ്നേഹമാണെന്ന് നമ്മൾ യോഹന്നാൻ 15:9 കാണുകയുണ്ട്. वो यूहन्ना 15:9 में, जॉन 15:9 में हम पढ़ते हैं कि वो दिव्य प्रेम है। അത് ത്യാഗപരമായ സ്നേഹമാണെന്ന് യോഹന്നാൻ 15:13 നമ്മൾ കാണുകയുണ്ട്. और यूहन्ना 15:13 में, जॉन 15:13 में हम देखते हैं कि वो त्याग करने वाला प्रेम है। അത് വേർപെടുത്താൻ കഴിയാത്ത സ്നേഹമാണെന്ന് നമ്മൾ റോമർ 8:35 കാണുകയുണ്ട്. हाँ, और हमने रोमियो 8:35 में, रोमन्स 8:35 में हमें देखते हैं कि इस प्रेम से हमें कोई अलग नहीं कर सकता। ആ സ്നേഹം നിർബന്ധിക്കുന്ന സ്നേഹമാണെന്ന് നമ്മൾ 2 കൊരിന്ത്യർ 5:14-15 വാക്യങ്ങളിൽ കാണുകയുണ്ട്. हाँ, दूसरा कोरिन्थियों 5:14-15 में हम पढ़ते समय में, 2 कोरिन्थियों 5:14-15 में पढ़ते समय में, ये हमें इस प्रेम से हमें विवश होकर चलना है, विवश करने वाला प्रेम है करके हम देखते हैं। അത് ക്രൂശ് മരണത്തിന് സന്നദ്ധമായ സ്നേഹമാണെന്ന് നമ്മൾ മർക്കോസ് 10:45 നമ്മള് പിന്നെ ഗലാത്യർ 2:20 നമുക്ക് കാണാൻ കഴിയും. गलातियों 2:20 और मरकुस 10:5 10:45 में भी हम देखते हैं कि वो क्रूश के ओर विनय करे, क्रूश में और लेकर जाने वाला प्रेम है। എന്ന് പറഞ്ഞാൽ അത് ക്രൂശ് അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും ശപിക്കപ്പെട്ട ക്രൂശ് മരണത്തിന് പോലും ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ആ സ്നേഹം സന്നദ്ധമാണ്. माने कि मतलब ये प्रेम इतना सामर्थ्य, इतना उपलब्ध, यानी कि सामर्थ्य देने वाला प्रेम है कि ये हमें क्रूश, तो क्रूश का अवस्था क्या है, वो क्रूश उठाना मतलब श्रापित है वो व्यक्ति जो क्रूश उठाता है, वो क्रूश की ओर हमें लेकर जाकर उस क्रूश में हमें अधीन करने के लिए उतना प्रभावशाली है ये प्रेम। ആ ക്രിസ്തുവിനോടുള്ള ആ സ്നേഹം നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സ്നേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്? तो उस प्रभु जो हमारे ओर जितना बड़ा वो प्रेम उन्होंने हमें किया है, उसके विषय में हमारा प्रेम उनके सामने कैसा है? കാരണം ആ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയത്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തിയത് ക്രൂശിലെ മരണത്തിലൂടെ. हाँ, तो पिता परमेश्वर ने प्रेम किस रीति से प्रकट किया, वो पुत्र ने जो कार्य किया, यानी पुत्र ने वो क्रूश को, वो प्रेम को कैसा प्रकट किया, परमेश्वर का प्रेम वो क्रूश में मरकर प्रकट करके दी। कलवरी क्रूश है वो परमेश्वर का प्रेम का प्रकटीकरण। അപ്പോൾ നമ്മൾ 1 യോഹന്നാൻ എല്ലാം വായിച്ചില്ല, ഒരു വാക്യം വായിച്ചേക്കാം. 1 യോഹന്നാൻ 3:16. पहला यूहन्ना 3:16 में बहुत सा वाक्य है, लेकिन 1 जॉन 3:16 हम पढ़ेंगे। അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. मैं पढ़ेंगे उसका 3:16। हमने प्रेम इसी से जाना है कि उसने हमारे लिए अपने प्राण दे दिए और हमें भी भाइयों के लिए प्राण देना चाहिए। അപ്പോൾ കർത്താവ് ആ സ്നേഹത്തെ നമുക്ക് എങ്ങനെയാണ് വെളിപ്പെടുത്തി തന്നെ? तो प्रभु ने अपना वो प्रेम को किस तरह प्रकट करके दिखाया? ക്രിസ്തു തന്റെ മരണത്താൽ, उन्होंने अपना मृत्यु के द्वारा। Amen. അപ്പോൾ നമ്മളോടുള്ള ദൈവസ്നേഹം വെളിപ്പെട്ടതിന്റെ ആഴങ്ങളെല്ലാം നമ്മൾ പല നിലകളിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. तो इसके लिए हमें उस प्रेम में बना रहने का अवस्था के विषय में हम गए दिनों से हम लोग देखते आ रहे हैं। നമുക്ക് കർത്താവിനുള്ള സ്നേഹപ്രകാരമുണ്ട്. हमें प्रभु की ओर का हमारा प्रेम किस रीति से है? കാരണം ദൈവം എപ്പോഴും നമ്മളിൽ നിന്നും ആ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. क्योंकि परमेश्वर हमेशा हमारे ओर से वो प्रेम हमसे चाहता है। അപ്പോൾ നമുക്ക് ഇവിടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് നിലയിൽ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നു, നമുക്ക് എങ്ങനെ ആ സ്നേഹത്തെ വെളിപ്പെടുത്താൻ കഴിയും? इसके लिए इस दुनिया में जब हम जीते हैं समय में किस रीति से, किस तरीके से उस प्रेम को हम प्रकट करके दिखा सकते हैं परमेश्वर की ओर, वो है प्रभु देखता है। നമുക്കറിയാം, നമുക്ക് ഈ കർത്താവ് പിന്നെ ഒരു ക്ഷണം ലഭിച്ച ശിമോൻ എന്ന
ഗണേശന്റെ വീട്ടിലെ ഒരു ആഹാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട് താൻ അവിടെ പോയിരുന്നു. हम जानते हैं ना प्रभु के जीवन में प्रभु को एक बार किसी ने बुलाया तो वो न्योता मिला उनको. उस न्योता में शिमोन नाम का फरीसी के घर में प्रभु को जाने का एक न्योता मिला. അപ്പോൾ നമുക്കറിയാം ശിമോൻ അപ്പോൾ ഒരാളെ ഭക്ഷണത്തിന് വിളിക്കാന്ന് പറഞ്ഞാൽ അതൊരു സ്നേഹപ്രകടനം തന്നെയാണ്. तो जब कोई अगर भोजन के लिए अगर किसी हमें कोई घर पे बुलाता है तो वो अपना प्रेम को प्रकट करने के लिए घर में बुलाया है, इसके लिए हम लोग बुलाते हैं. അപ്പോൾ അതൊരു നിശ്ചയമായിട്ടും ആ വ്യക്തിയോടുള്ള സ്നേഹമാണ്. तो वो तो अच्छी बात है, मतलब वो आदमी दूसरा व्यक्ति जिसको बुला रहा है उसको प्रेम दिखाने के लिए अपने घर में न्योता देता है. എന്നാൽ അവിടെ രണ്ട് സ്നേഹം കാണും. लेकिन वहां पर दो प्रकार का प्रेम को हम देख सकते ആ हैं. ഭവനത്തിൽ രണ്ട് സ്നേഹം. उस भवन में दो प्रकार का प्रेम हम देख सकते हैं. അപ്പോൾ അതില് ഒരു സ്നേഹം വലിയ സ്നേഹം, उसमें से एक प्रेम हम देखते हैं बड़ा प्रेम है, അതിനെ അധിക സ്നേഹം എന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. और इसमें वो ज्यादा प्रेम करता है, इस रीति से कहा गया है. Praise the Lord. Amen. അപ്പം നിങ്ങൾക്ക് അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതെല്ലാം വിശദീകരിക്കുന്നില്ല. तो मैं वो सब आप लोग जानते हैं, इसके लिए मैं वो सब बातें नहीं बता रहा. നിശ്ചയമായിട്ടും ഒരാളെ വിളിച്ച് നമ്മൾ സൽക്കരിക്കുന്നത് ഒരു സ്നേഹമാണ്, ഒരു വലിയ സ്നേഹം തന്നെയാണ്. देखो ये तो बात सच है, अगर किसी को हम लोग अतिथि सत्कार में अगर बुलाते हैं, हम उनको न्योता देकर बुलाते हैं तो वो प्रेम का प्रकटीकरण है, കാരണം അതിനകത്ത് ചെലവിടുന്നുണ്ടല്ലോ. क्योंकि हम उस खर्चा कर रहे हैं ना. അപ്പോൾ സ്നേഹം എപ്പോഴും ചെലവിടുന്നതാണ് സ്നേഹം. क्योंकि प्रेम हमेशा खर्चा करने वाला बात पे हमें लेकर जाता है. സ്നേഹത്തിൽ ഒരു ചെലവിടിയിലുണ്ട്. ചെലവിടി. मतलब प्रेम में एक खर्चा है. അപ്പോൾ ചെലവില്ലാത്ത സ്നേഹം അത് സ്നേഹമല്ല. तो जिसमें खर्चा नहीं वो प्रेम नहीं. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ ഒരു പാപിനിയായ സ്ത്രീ കർത്താവിന്റെ കാൽക്കൽ വന്നിരുന്ന് അവൾ കണ്ണുനീർ കൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകുകയും തന്റെ മുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും താൻ കൊണ്ടുവന്ന പരിമള തൈലം അവന്റെ കാലിൽ പൂശുകയും ചെയ്തു. നമ്മൾ പരിമള തൈലം എന്നുള്ളത് അതിന്റെ 37 വാക്യത്തിൽ വായിക്കാം. 7:37. तो वहां पर उसका लूका का पुस्तक उसका 7 का 37 में जब हम पढ़ते हैं समय में वहां पर हम उधर एक पापनी स्त्री वहां पर आया करके हम देखते हैं. वो पापनी स्त्री क्या करती है, वो अपना आंसुओं से प्रभु का पैर में वो आंसू डालकर अपने बालों से उसने पैर को पोंछकर फिर क्या कहता है, एक बहुमूल्य इत्तर का तेल वो लेकर आकर क्या करती है, उसमें साफ करती है. അപ്പോൾ നമുക്കറിയാം അവിടെ ശിമോന്റെ ഉള്ളിലുണ്ടായ ചിന്താഗതി. ऐसा अवस्था में शिमोन उसके बारे में क्या सोचने लगा, അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് അവിടെ और വിശദീകരിക്കുന്നത്. फिर उसमें वहां पर प्रभु उसके विषय में प्रभु क्या कहता है वो बातों को वहां पर देखते हैं. നിങ്ങൾക്ക് ഈ സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് ഇത് തന്നെ വിശദീകരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറൊക്കെ പോകും. तो ये सब घटना आप लोग जानते हैं, इसलिए मैं ज्यादा गहराई से वर्णन करने नहीं जा रहा, क्योंकि यही बातों को वर्णन करने का तो समय जाएगा. എന്നാൽ അതിന്റെ 47 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, लेकिन उसका 47 में लूका का सुसमाचार 7:47 में प्रभु कहता है, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അപ്പോൾ അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു, അധികം മോചിച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. पढ़ेंगे 47 पढ़ेंगे. इसलिए मैं तुमसे कहता हूँ कि इसके पाप जो बहुत थे क्षमा हुए, क्योंकि इसने बहुत प्रेम किया. पर जिसका थोड़ा क्षमा हुआ है वो थोड़ा प्रेम करता है. तो उसने ज्यादा प्रेम किया तो इसलिए ज्यादा, क्योंकि जिसका ज्यादा क्षमा हुआ है वो ज्यादा प्रेम करता है. जिसका थोड़ा ही क्षमा हुआ, जो थोड़ा देता है उसको थोड़ा ही प्रेम करने होता है. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, നമുക്ക് ഇന്ന് പലരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാത്തതിനൊരു കാരണം, तो आज बहुत से लोग प्रभु के लिए उपयोग नहीं हो पाता, उसका कारण है അത് ഞാൻ അത്ര വലിയ പാപിയൊന്നും അല്ലായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി. അവർക്ക് കിട്ടിയ ക്ഷമ, അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷയുടെ മാഹാത്മ്യം, വലിപ്പം, അതിനെ കുറിച്ചൊരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. तो ऐसा मुझे ऐसा लगता है कि बहुत से लोगों ने मैं बहुत बड़ा पापी हूं करके इस तरह का बोध उनमें नहीं है, क्योंकि मैं थोड़ा छोटा सादा पापी हूं इसलिए मेरा थोड़ा ही क्षमा हुआ, इसलिए वो थोड़ा क्षमा हुआ इसलिए थोड़ा प्रेम करता है. जिसको ज्यादा, जो बड़ा पापी है उसको मालूम है कि मैं बहुत बड़ा पापी हूं और प्रभु ने वो सारा पाप को क्षमा किया, वो बड़ा प्रेम को अनुभव किया है. लेकिन आज अक्सर बहुत लोग को ये प्रेम का अनुभव में क्यों नहीं हो रहा, क्योंकि वो एक छोटा पापी है, बड़ा पापी नहीं है करके बोध ही नहीं है उनको. കാരണം ഇന്നത്തെ നമുക്കറിയാലോ, ഇന്നിപ്പം അനേകം തലമുറകളായിട്ട് ഇങ്ങനെ വിശ്വാസത്തിൽ കുടുംബ പരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ട് ഇതിങ്ങനെ വന്നിട്ട് ഇപ്പോൾ അവിടെ കൊച്ചു കൊച്ചു തലമുറകളാണ്. അപ്പം പിന്നെ അവിടെ വിചാരമോ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ ബൈബിൾ വായിക്കും, ഞങ്ങളങ്ങനെ സിനിമ കാണാൻ പോകുന്നില്ല, ഞങ്ങൾ മദ്യപിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇതുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവരെ പ്രമാണിക്കുകയും ചെയ്തു, ഞങ്ങൾ സ്നാനപ്പെട്ടു. അപ്പം അവര് അങ്ങനെയുള്ളവര് ഈ എന്നാ പറയണ തുപ്പിക്കളയുന്ന ഒരു അവസ്ഥയാണ്. ഉഷ്ണവാനുമല്ല തീഷ്ണവാനുമല്ല.
അങ്ങനെ കർത്താവിന് പ്രയോജനമില്ലാത്തൊരു തലമുറയായി തീർന്നിരിക്കുന്നു ഈ കാലഘട്ടം എന്നുള്ളതല്ലേ സത്യം. तो अभी देखो विश्वासों का अवस्था, कुछ विश्वासों का अवस्था क्या हो गया, वो लोग एक पारिवारिक विश्वासी है, मतलब उनके पिताजी विश्वासी है, उनका दादाजी विश्वासी है बोल के वो पारिवारिक रीति से वो लोग देखा जाए तो क्या हो गया, वो पारिवारिक विश्वासी होने की वजह से वो लोग सब बातें रीत रिवाज के हिसाब से, उनका रूढ़ी परंपरा का जो हिसाब से रहता है वो हिसाब से उनका कार्य रहता है. हमें एक मसीह कुटुंब में मैंने जन्म लिया, मैंने प्रभु पर विश्वास किया, मैंने बपतिस्मा किया, मैं वो पाप नहीं कर रहा, मैं वो सिनेमा थिएटर में जाके सिनेमा नहीं देखता, मैं दारू नहीं पीता, सिगरेट नहीं पीता बोल के इस तरह के बाहर के बातों से उन लोगों को बोध्य होकर बोल रहे हैं कि हमने ऐसा वैसा नहीं किया है बोलकर इस तरह के रिवाज में वो सब बातों को रिवाज की रीति में देखने वाला अवस्था में चला गया. ऐसे लोगों को प्रभु क्या कहता है, तुम लोग गर्म भी नहीं हो, ठंडा भी नहीं हो, मैं तुमको मुंह से उमड़ दूंगा, थूक दूंगा. നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ നമ്മുടെ പാപത്തിന്റെ ഭയാനകത നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും വലിയ പാപിയാണെന്ന് സമ്മതിക്കാനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനും ഇടയായിരിക്കും. प्रियो, हम लोग एक बार परमेश्वर का पवित्रता के सामने अगर खड़े हो जाएंगे, उस पवित्रता के सामने खड़ा रहते समय में मैं कितना अयोग्य व्यक्ति हूँ, मैं कितना अभागी व्यक्ति हूँ, मैं कितना बड़ा पापी हूँ करके वो पवित्रता है, प्रभु का परमेश्वर का पवित्रता है हमें बताएगा, हमें पहचान कराएगा. ഞാൻ ചിന്തിക്കുന്നത് പൗലോസ്ലീഹായ്ക്ക് താൻ കർത്താവിന് വേണ്ടി മറ്റുള്ള എല്ലാ അപ്പോസ്തലന്മാരെക്കാളും മറ്റുള്ളവരെക്കാളെല്ലാം അധികമായി പ്രയോജനപ്പെടാൻ ഇടയായതിന്റെ ഒരു കാരണം താൻ അവിടെ പറയുന്നുണ്ട്. 1 തിമോത്തി 1:15 तो मैं पौलोस के विषय में मैं हमेशा सोचता हूँ कि पौलोस ऐसा क्यों है बाकी प्रेरितों से, बाकी विश्वासियों से, बाकी प्रिय विश्वासियों से सबसे ज्यादा दौड़कर सबसे उत्तम श्रेष्ठता के लिए प्रभु में वो ज्यादा सेवा, ज्यादा खर्च हो गया, वो क्यों है करके मुझे विश्वास करता हूँ कि 1 तिमोती उसका पहला अध्याय में उसका 15 वाक्य में पौलोस वहां पर एक कहता है 1 तिमोती 1:15 ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. उसका पढ़ेंगे 1 तिमोती 1:15. ये बात सच है और हर प्रकार से मानने के योग्य है कि मसीह यीशु पापियों का उद्धार करने के लिए जगत में आया, जिसमें सबसे बड़ा मैं हूँ. मैं सबसे बड़ा, सबसे पहला, सबसे आगे मैं हूँ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അപ്പോൾ കർത്താവ് പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമായ വചനം തന്നെയാണ്. देखो, परमेश्वर इस जगह प्रभु इस दुनिया में आया, पापियों को बचाने के लिए आया, ये विश्वास योग्य वचन है. അപ്പോൾ എന്നിട്ട് പറയാണ്, ആ പാപികളിൽ ഞാനാണ് ഒന്നാമത്തെ പാപി. और उस पापियों में वो पौलुस क्या कहता है, जो प्रभु बचाने के लिए आया उस पापियों में से मैं सबसे पहला हूँ, मैं सबसे आगे वाला पापी हूँ, प्रधान इतना बड़ा पापी हूँ मैं. അതാണ് ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ തന്നെ കാണുന്ന ഒരു അനുഭവം. तो वो यही है परमेश्वर का पवित्रता के सामने जब वो अपने आप को तुलना किया तो समझ में आया वो कितना गिरा हुआ अवस्था है. ഈ ലോകപ്രകാരം താൻ വലിയ പാപി ആയിരുന്നില്ല. संसार के रीति के हिसाब से देखा जाए तो कोई ऐसा कोई बड़ा पापी नहीं है. കാരണം തന്നെ കുറിച്ച് തന്റെ ജീവിതത്തിലെ അനുഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. क्योंकि उसके जीवन में उसका शारीरिक गवाह के बारे में हम देखें तो आपको मालूम है. നമ്മള് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യം വായിക്കുമ്പോൾ फिलिप्पियों का पुस्तक 3 अध्याय 5 और 6 में फिलिपियंस चैप्टर 3 वर्स 5 and 6 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ്. तो 8वां दिन खतना किया हुआ व्यक्ति है. ഇസ്രായേൽ ജാതിക്കാരനാണ്. इस्राएल का लोग व्यक्ति है. ബെന്യാമിൻ ഗോത്രക്കാരനാണ്. उसमें से बेंजामिन गोत्र का है. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. इब्रानियों में से जन्म लिया इब्रानी है. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്. व्यवस्था के विषय में देखा जाए तो एक फरीसी है. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്. जलन के विषय में देखा जाए तो कलीसिया को उपद्रव करने वाला. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യനാണ്. और व्यवस्था में जो धार्मिकता का मांग है उसमें देखा जाए तो वो निर्दोष है, उसमें कोई कलंक नहीं. എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം നോക്കിക്കഴിഞ്ഞാല് തന്നിൽ ഒരു കുറവ് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും പറ്റിയല്ലാത്ത വിധത്തിൽ അത്രമാത്രം സൂക്ഷ്മതയോടെ ജീവിച്ചൊരു വ്യക്തിയാണ്. यानी कि संसार के रीति के हिसाब से देखा जाए तो संसार का कोई भी मनुष्य उसमें गलती निकाल कर तू गलत कर रहा है करके बोलने के हिसाब से ऐसा कुछ भी गलती नहीं था, उतना वो संभाल कर वो जीने वाला व्यक्ति था. താൻ യഹൂദ മതത്തിലെ ഒരു മുമ്പൻ തന്നെയായിരുന്നു. यानी कि यहूदी गोत्र में अगर यहूदी का उस अवस्था में देखा जाए तो उसमें सबसे बड़ा प्रधानी पहलौटा व्यक्ति था. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ തന്റെ വിശുദ്ധിയുടെ മുമ്പിൽ താൻ ഏറ്റവും വലിയ പാപിയായി താൻ കാണുകയുണ്ട്. लेकिन मसीह यीशु का वो उस उत्तमता का पहचान के सामने जब आया तो प्रभु यीशु मसीह का पवित्रता को उसने पहचान लिया तो वो क्या बोल रहा है, मैं पापी हूं, मैं पहला हूं. പ്രൈസ് ദി ലോർഡ്. मैं ദൈവമക്കളെ, അതുകൊണ്ട് തന്നെയല്ലേ
തനിക്ക് കർത്താവിനെ സ്നേഹിക്കുവാൻ കഴിഞ്ഞു. इसीलिए तो इतना उत्तेजना से वो प्रभु को प्रेम करने हो पाया ना. താൻ എങ്ങനെയാ സ്നേഹിച്ചേ? वो किस रीति से प्रेम किया? കർത്താവ് ആഗ്രഹിച്ചതുപോലെ സ്നേഹിച്ചു. जैसा प्रभु चाहा वैसा प्रेम किया. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞറിയാമോ? मैं ऐसा क्यों मैं कहना चाहता हूँ? കാരണം കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്ന് സ്നേഹിച്ചു. क्योंकि प्रभु ने अपना जीवन को हमें देकर उन्होंने प्रेम किया. അപ്പോൾ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് കർത്താവ് പഠിപ്പിച്ചു. और प्रभु ने यह सिखाया भी था कि अपने मित्रों के लिए जान देना इससे बड़ा प्रेम नहीं है. അപ്പോൾ ആ സ്നേഹം കർത്താവിനോട് കാണിക്കുവാൻ പൗലോസിന് കഴിഞ്ഞു. वो प्रेम भी पौलुस दिखा पाया करके हम देख सकते हैं. നമ്മള് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 21:13 വായിക്കുമ്പോൾ वो उसका प्रेरितों का कार्य उसका 21:13 में हम पढ़ते हैं. Acts 21:13. കർത്താവ് യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. കർത്താവിന് വേണ്ടി ഞാൻ മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. तो वहां पर पौलुस क्या कहता है कि मैं सिर्फ यरूशलेम में जाकर पकड़ाया जाने ऐसा ही नहीं, बल्कि प्रभु यीशु मसीह के नाम में यरूशलेम में मरने के लिए भी मैं तैयार हूं करके पौलुस का गवाह है. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് കർത്താവിന് വേണ്ടി മരിക്കുവാൻ ഒരുക്കമുണ്ടോ? तो इसके लिए आज हमें प्रभु के लिए मरने के लिए हम तैयार है क्या? നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം പ്രകാരമുണ്ട്. हमें प्रभु की ओर के विषय में हमारा प्रेम कैसा है? ഒരു വിഷയം കർത്താവിന്റെ വിളി പോലും കർത്താവിന് വേണ്ടി മരിക്കുവാനാണ്. देखो, प्रभु का बुलावट ही एक तरफ से देखा जाए तो प्रभु के लिए मरने के लिए है. അത് ആ വിളിയെ പോലും മനസ്സിലാക്കി എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. वो बुलावट को ही कितने लोगों ने सही रीति से समझा है करके मुझे समझ में नहीं आता. കാരണം ഓരോ ദിവസവും നമ്മളെ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. क्योंकि एक एक दिन हमें अपने आप को मरने के लिए हमें समर्पण करना है. അതാണ് ആ വിളിയുടെ ശ്രേഷ്ഠത. वो है वो बुलावट का श्रेष्ठता. നമ്മള് ലൂക്കോസ് 9:23 അങ്ങനെയാ വായിക്കുന്നത്. लूका का सुसमाचार 19:23 में, लूक 9:23 में हम पढ़ते हैं. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. उसका 9:23 पढ़ेंगे. लूका 9:23. यदि पढ़ो. तो तूने मेरे रुपए नहीं, लूका 9:23. लूका 9:23. ആദ്യം 19 सॉरी 19 नहीं 9:23. सॉरी, मेरे से गलती हुआ. लूका 9:23. उसने सबसे कहा, यदि कोई मेरे पीछे आना चाहे तो अपने आप से इनकार करे और प्रतिदिन अपना क्रूस उठाए हुए मेरे पीछे हो ले. അതെ ദൈവമക്കളെ, നമ്മള് കർത്താവിനോട് കൂടെ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് നമ്മളെ തന്നെ മരിക്കുവാൻ, നമ്മുടെ ആ പഴയ സ്വഭാവങ്ങളെ, ആ ജഡത്തെയൊക്കെ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. इसके लिए हम लोग प्रभु के पीछे होने के लिए यदि अगर हमने इच्छा रखा है तो क्या करना है? हमारा पुराना अभिलाषा, हमारा शारीरिक अभिलाषा, वो जो स्वभाव, जो संसार में बातें जाने वाला आदि का, ये सब स्वभाव को हमें प्रभु की ओर लेकर जाना, उस क्रूस में लेकर जाना है ताकि वहां पर हम खत्म मर जाए. നമുക്കറിയാലോ, ക്രിസ്തു യേശുവിനുള്ളവരെ കുറിച്ച് ഗലാത്യ ലേഖനം 5:24 ഇങ്ങനെ വായിക്കുന്നുണ്ട്. गलातियों का पुस्तक 5:24 में, गलेशियंस 5:24 में जो मसीह के हैं उनके बारे में क्या कहता है? ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. पढ़ेंगे गलातियों का पुस्तक 5:24, 5:24. और जो मसीह यीशु के हैं, उन्होंने शरीर को उसकी लालसा और अभिलाषाओं समेत क्रूस पर चढ़ा दिया है. അതെ ദൈവമക്കളെ, നമുക്ക് യഥാർത്ഥമായും ദൈവത്തോടുള്ള ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രം, ആത്മാവിനെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ഈ നിലയിൽ ക്രൂശിക്കാൻ കഴിയും. तो अगर ये मुझे प्रभु की ओर, मसीह की ओर मुझे सच्चा प्रेम रहेगा तो ही वो व्यक्ति क्या करेगा? वो अपने शरीर और उसकी अभिलाषा और आग्रह को सबको वो क्रूस में वो चढ़ाएगा. നമ്മൾ ഇന്നും ആ പഴയ ജഡത്തിൽ തന്നെയാണ്. आज भी हम लोग वो पुराना शरीर में है. അപ്പോൾ ആ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. और इस शरीर में, जो पाप में शरीर का जो स्वभाव प्रकृति है, उसमें कोई भी भलाई नहीं है. എന്നാൽ നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. लेकिन आज हमारे अंदर प्रभु का आत्मा है. ഈ ആത്മാവിനാൽ നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. इस आत्मा के सामर्थ्य के द्वारा, आत्मा की मदद से हमें अपना शारीरिक बातों को हमें क्रूस में चढ़ाना है, उसको मारना है. ക്രൂശ് എടുക്കുന്നവൻ ക്രൂശിൽ കയറ്റുന്നത് വരെ, ക്രൂശിൽ മരിക്കുന്നത് വരെ അത് ചുമന്നേ പറ്റും. हाँ, यानी कि क्रूस जो उसने एक बार उठाया है, जब तक वो मरता नहीं तब तक उठाते रहना है. കാരണം ആ ക്രൂശ് അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ക്രൂശിൽ മരിക്കാൻ തന്നെയാണ്. क्योंकि वो क्रूस उसको दिया गया है उठाकर लेके जाने के लिए नहीं, बल्कि मरने तक के लिए उठाना है उसे. അപ്പോൾ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി മരിക്കാനുള്ള ഒരുക്കമാണ് എപ്പോഴും വേണ്ടത്. इसके लिए मसीह के लिए मरना भी हमें उसका तैयारी रहना चाहिए. നമുക്കറിയാം, ഒരിക്കല് ലാസറിന്റെ മരണവാർത്ത അറിഞ്ഞ് നമ്മൾ ലാസറിന്റെ ഗ്രാമത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തോമസ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. वहां पर हम देखो, जब लाजरस का मृत्यु का समाचार जब उन्होंने सुना तो प्रभु ने बोला चलो हम लोग लाजरस का गांव में जाते हैं करके बोलते समय में वहां पर थॉमस एक गवाही देता है. യോഹന്നാൻ 11:16 യോഹന്നാൻ 11:16 में, जॉन गॉस्पेल 11:16. ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്
അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകുക എന്ന് പറഞ്ഞു കേട്ടോ. അവനോടുകൂടെ മരിക്കാൻ എന്ന് പറഞ്ഞാൽ തോമസിന് അവനോടുകൂടെ മരിക്കാൻ ഒരുക്കമാണെന്നാ പറഞ്ഞതിന് സാരം. तो 11 का 16 पढ़ेंगे. तब थोमा ने जो तीतुस कहलाता है अपने साथी चेलों से कहा, आओ हम भी उसके साथ मरने को चले. तो उसको थॉमस को भी प्रभु के साथ मरने का एक इच्छा था करके हम वहां पर हम देखते हैं. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കർത്താവിനോട് കൂടെ മരിക്കുവാനുള്ള ഒരുക്കം. प्रभु के साथ मरने का तैयारी. കർത്താവിന് വേണ്ടി മരിക്കുവാനുള്ള ഒരു ഒരുക്കം. प्रभु के लिए मरने का तैयारी. കർത്താവിന് വേണ്ടി എന്തുമായി തീരുവാനുള്ള ഒരു ഒരുക്കം. प्रभु के लिए कुछ भी हम बन जाए, प्रभु के इच्छा के अनुसार बन जाए, वो तैयारी. ഇന്നിപ്പോ നമ്മൾക്കൊരു ചെറിയ നിന്ദയുണ്ടായാൽ മതി, പിന്നെ അവരെ സഭയിൽ എത്ര അനുശാലും കാണില്ല. आज एक छोटा सा एक अवस्था, एक उपद्रव भी आ गया, छोटा सा एक बात आ गया तो फिर देखो वो कलीसिया में फिर वो दिखेगा नहीं. എന്നെ അവർ നിന്ദിച്ചു. देखो वो आदमी ने, वो भाई ने मेरा निंदा किया. എന്റെ ദൈവമേ, ഈ നിന്ദയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതല്ലേ? प्रियो, वास्तव में निंदा सच्चा निंदा क्या है, हमें सीखना चाहिए ना. നമ്മള് എബ്രായ ലേഖനത്തില് നമ്മളെ എങ്ങോട്ടാ വിളിച്ചേ? हमें देखो प्रभु ने इब्रानियों का पुस्तक में प्रभु ने हमको कहां पर बुलाया है, किस बात के लिए बुलाया है. നമ്മള് 13-ാം അധ്യായം इब्रानियों का पुस्तक 13 है, हिब्रूज चैप्टर 13 അതിന്റെ 12-13 വാക്യം. उसका 12 और 13. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് വിട്ടുപോകരുത്. നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക എന്ന് പറഞ്ഞു. इस कारण यीशु ने भी लोगों को अपने ही लहू के द्वारा पवित्र करने के लिए फाटक के बाहर दुख उठाया. इसलिए आओ उसकी निंदा अपने ऊपर लिए हुए छावनी के बाहर उसके पास निकल चले. देखो, उसका निंदा उठाकर चलना है, निंदा छोड़कर भागना ऐसा नहीं, निंदा उठाकर हम भी छावनी के बाहर जाना है. ഇന്ന് നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിശുദ്ധന്മാരെ കാണാറുണ്ട്. लेकिन आज एक छोटा छोटा बातों में भी वो विश्वासी लोग उसमें तकलीफ उठाता है, यानी कि तकलीफ कलीसिया में लाता है करके हम देखते हैं. നമ്മുടെ അറിവില്ലായ്മയല്ലേ? वो हमारा अज्ञानता की वजह से है ना. ക്രിസ്തുവിന് വേണ്ടി ആ നിന്ന ചുമക്കുവാൻ, നിന്ന സഹിക്കുവാൻ, अपमान सहिക്കുവാൻ നമുക്ക് ഒരുക്കമുണ്ടോ? क्या मसीह के लिए निंदा सहना, वो निंदा उठाकर जाना बोला तो हम तैयार हैं क्या? കർത്താവ് നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ച് ആ വലിയ നിന്ന ചുമന്നു. प्रभु ने हमसे इतना बड़ा प्रेम करके वो निंदा उन्होंने सहा. നമ്മൾ ചിന്തിക്കണം, ഏറ്റവും വലിയ ക്രൂരനായ കുറ്റവാളി കൊടുക്കുന്നതാ ക്രൂശിലെ മരണം. तो यानी कि आप लोग समझ रहे कि उन दिनों में सबसे बड़ा कठोर जो गुनाह करने वाले लोगों को, कठोर गुनाहगारों को उस समय में क्रूस का सजा दिया जाता था. അവന്റെ കുറ്റസംഗതികളൊക്കെ അതിന്മേൽ എഴുതി വെക്കും. और फिर क्या करता है कि वो गुनाह ने, वो व्यक्ति ने जो भी गुनाह किया है, वो गुनहगार का सारा गुनाह क्रूस के ऊपर एक पट्टी में लिखा जाता है. അവന്റെ ആ ഭയങ്കരമായ കുറ്റങ്ങളൊക്കെ എഴുതി അവൻ ചുമക്കുന്ന ക്രൂശിലും കെട്ടി നോക്കിയിരിക്കും. और यहाँ तक कि उसने जो क्रूज सहा, मतलब क्रूज ने जो उठाकर उसने जो खड़ा किया रहेगा, उसने जो भी किया हुआ गलतियों का एक पर्ची वहां पर लेकर वो क्रूज में टांग देता है, उसको हथौड़े से मारते हैं वो लोग. അപ്പൊ കാണുന്നവരൊക്കെ പറയും, ഈടാ നിനക്കിത് തന്നെ വരണം, നീ ഇതുപോലെയുള്ള ഹീനകൃത്യങ്ങൾ ചെയ്തവരാണെന്ന് പറയും. हाँ, और फिर लोग क्या, जो क्रूज पे चढ़ाया व्यक्ति, वो क्रूज पे वो व्यक्ति को देखकर उसका गुनाह भी पड़ेगा, और लोग क्या बोलेगा, देखा तूने ऐसा ऐसा गुनाह किया ना, तुझे क्रूज में मरना ही चाहिए बोलकर इस तरह लोग देखकर गवाही देते हैं. എന്നാലും നമ്മുടെ കർത്താവിന്റെ ക്രൂശിന്റെ മേൽ അങ്ങനെയല്ല ഉണ്ടായിരുന്നു. लेकिन हमारा प्रभु जब क्रूज में मरते समय में उनके ऊपर कौन सा गुनाह लिखा, ऐसा कोई गुनाह का बात लिखा था क्या? അവൻ യഹൂദന്മാരുടെ രാജാവെന്നല്ലേ എഴുതിയിരുന്നത്. वो लिखा गया था कि ये यहूदियों का राजा है. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇത്രമാത്രം നമുക്ക് വേണ്ടി നിന്ന ചുമന്ന ആ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി അവന്റെ നാമത്തിൽ നിന്ന സഹിക്കാൻ. तो आमेन. इसलिए हमें जो बुलाया गया है, हमें समझना ये महान प्रभु जो हमारे लिए इतना निंदित हुआ, वो मसीह का निंदा उठाकर प्रभु को छावनी के बाहर जाने के लिए हमें बुलाया है. ഈ സ്നേഹം എന്ന് പറയുന്ന ഒന്നും ഉള്ളിൽ ഉണ്ടെങ്കിൽ, इसलिए अगर प्रेम अगर हमारे अंदर रहेगा तो അപ്പോഴേ നമുക്ക് ഇതൊക്കെ സന്തോഷത്തോടെ സഹിക്കാൻ പറ്റും. तो ही हम लोग ये सब आनंद से हमें सहने को होगा. അതല്ലേ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായത്. यही तो चेलों के जीवन में भी हुआ ना. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 41-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, प्रेरितों का कार्य 40-41 का कार्य उसका 5 का 40 और 41, एक्ट्स चैप्टर 5 वर्स 40-41. അവർ അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുക. നോക്കണം, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുക.
അവർ ദുഃഖിച്ചുകൊണ്ടുപോയെന്നല്ല, അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപസംഘത്തിന് മുമ്പിൽ നിന്നും പുറപ്പെട്ടു പോയി. पढ़ेंगे उसका 5 का 40 और 41। तब उन्होंने उसकी बात मान ली और प्रेरितों को बुलवाकर पिटवाया और यह आदेश देकर छोड़ दिया कि यीशु के नाम से फिर कोई बात न करना। वे इस बात से आनंदित होकर महासभा के सामने से चले गए कि हम उसके नाम के लिए अपमानित होने के लिए योग्य तो ठहरे। तो वो लोग आनंदित होकर चले गए करके लिखा है, यानी कि क्या प्रभु के नाम के लिए हम निंदा कहने के लिए हम लोग योग्य ठहराए गए बोलकर वो बाद में आनंदित किया, दुखी होकर नहीं गया। प्रभु के लिए हम कष्ट सह रहे बोलकर वो आनंद, उनको अभिमान का बात लगाओ। രക്ഷിക്കപ്പെട്ട ഒരു ദൈവപുത്രനാണ് നിങ്ങളെങ്കിൽ, क्योंकि अगर आप लोग नया जन्म पाया हुआ विश्वासी है तो ആര് മുഖാന്തരം ആയിക്കോട്ടെ, किसी के द्वारा भी क्यों ना हो, പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും ആരെങ്കിലും നിന്ദിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്യരുത്. कोई भी अगर हमें निंदा किया है करके बोला तो उसका शिकायत कोई नहीं करना प्रिय, കാരണം നമ്മൾ ആ നിന്ദകൾ സഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. क्योंकि हम लोग को निंदा सहने के लिए बुलाया गया है। നമ്മൾ കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ നിന്നും കഷ്ടവും നിന്ദയും പരിഹാസവും അവമാനവും എല്ലാം ഉണ്ടാവും. हमें अगर प्रभु के पथ चिन्हों में चलना है करके, वो चलने के लिए तो बुलाया है करके वचन में हम पढ़ते हैं, तो यदि पथ चिन्हों में चलने के लिए अगर हम लोग तैयार होकर अगर निकले हैं तो संसार की ओर से तकलीफ, उपद्रव, निंदा ये सब आएगा, ये सबको सहना ही पड़ेगा। നമ്മുടെ കർത്താവ് ഒരു ദോഷവും ചെയ്തില്ല. हमारा प्रभु तो कोई गुनाह नहीं किया। അവിടുന്ന് എല്ലാം നന്നായി ചെയ്തു എന്നാണ് മർക്കോസ് 7:37 വായിക്കുന്നത്. हम लोग मरकुस का सुसमाचार 7 का 37, मार्क 7:37 में पढ़ते कि प्रभु ने जो भी किया सब अच्छा किया करके हम गवाही पढ़ते हैं। അവിടുന്ന് എല്ലാം നന്നായി ചെയ്തു. उन्होंने जो भी किया सब अच्छा किया। അവിടുത്തെ കാൽച്ചുവടുകളെ പിൻപറ്റുന്ന ശിഷ്യന്മാർ ഒരു ദോഷവും ചെയ്തില്ല. और प्रभु के पीछे होने वाले वो चेले लोग ने भी उन्होंने कुछ गुनाह नहीं किया। അവർ ചെയ്തത് എന്താണ്? उन्होंने क्या किया? അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സുവിശേഷം പറഞ്ഞു. बल्कि वो लोग प्रभु के नाम का जो सच्चा सुसमाचार का गवाही उन्होंने लोगों में बांटा। ഈ കർത്താവിന്റെ നാമത്തെ അവർ ഉയർത്തി കാണിച്ചു. ये प्रभु का नाम को उन्होंने ऊंचा करके दिखाया। ഈ നാമത്തിൽ സംസാരിക്കരുതെന്ന ഇപ്പൊ ഇവിടുത്തെ കൽപ്പന. लेकिन इधर उन लोगों ने, अधिकारियों लोगों ने यहाँ पर पकड़ कर क्या बोलता है, अभी से तुम लोग यीशु का नाम का प्रचार नहीं करना बोलकर वो लोग ने उनको आज्ञा दिया। നോക്കണേ, लेकिन देखो ഈ നാമം എടുക്കുമ്പോഴാ പ്രിയമുള്ളവരെ നമുക്ക് നിന്ദയും പരിഹാസവും എല്ലാം ഉണ്ടാകും. ये नाम लेगा तो, प्रभु यीशु मसीह का नाम लेगा तो ही हमें सच्चा निंदा और ठुकराए जाने का अवस्था आएगा। അതിനുവേണ്ടിയാണ് അവർ ഉപദ്രവിക്കപ്പെട്ടത്. उसीलिए वो लोग सताए गए। എന്നാൽ അതുകൊണ്ട് അവര് ഈ അപമാനമെല്ലാം സഹിക്കേണ്ടി വന്നെങ്കിലും അവർ ദുഃഖിതരായില്ല. तो इस प्रभु के नाम के वजह से उनको निंदा उठाना पड़ा, सताया गया करके उनके ऊपर ऐसा परिस्थिति आया तो वो लोग दुखी नहीं हुए। നമുക്കറിയാം, ആ കൂട്ടത്തില് ഏറ്റവും ലീഡറായി നിന്നത് പത്രോസ് അല്ലേ? आप लोग जानते हैं ना, उसमें सबसे आगे खड़ा था पत्रोस, കാരണം പത്രോസ് അല്ലേ അവിടെ പ്രസംഗിച്ചത്. क्योंकि पत्रोस था ना जो प्रचार किया था। കൂടുതലായിട്ട് പുള്ളി കൊണ്ടു കാണുന്നതായി വിചാരിക്കുന്നത്. मुझे ऐसा लगता है कि शायद पत्रोस से ज्यादा प्रचार किया बोलकर ज्यादा मार भी पत्रोस नहीं खाया रहेगा। എന്നിട്ട് ആ പത്രോസ് തന്നെ എഴുതുന്ന ലേഖനത്തിൽ എന്താ और പറഞ്ഞാൽ, फिर वही पत्रोस जो ज्यादा उसको लेखा में वो देखो क्या कहता है, അവന്റെ പത്രിയില് പത്രി മേൽക്കാലിക അതിന്റെ 4:14 उसका 4 का 14 में ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവും നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ഓ, എന്തൊരു പ്രയോഗമാണ് പത്രോസോട് പറയുന്നത്. पढ़ेंगे उसका पहला पत्रोस 4 का 14। फिर यदि मसीह के नाम के लिए तुम्हारी निंदा की जाती है तो तुम धन्य हो, क्योंकि महिमा का आत्मा जो परमेश्वर का आत्मा है तुम पर छाया करता है। बस तो कितना आदर की बात है ना, कितना, क्योंकि महिमा का आत्मा अपने छाया करता है। അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിന്ദ ഉണ്ടാകുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ എന്ന പദവിയിൽ നിന്നും വീണു പോവുക. तो अगर जरा से अगर जब निंदा हमारे ऊपर आते समय में, उस समय में अगर हम लोग दुखी होते हैं तो इधर वचन क्या पढ़ते हैं, जो सहता है, जो आनंद करता है वो धन्य है, लेकिन जो दुखी होगा मतलब क्या है, वो धन्य अवस्था से नीचे गिर गया है। Praise the Lord. ദൈവമക്കളെ, നമുക്ക് ഈ ഒരു ആയുസ്സാണുള്ളത്. क्योंकि प्रभु हमें, ये प्रिय प्रभु ने हमको ये एक उम्र दिया है। ഈ ഒരു ആയുസ്സിൽ നമ്മൾ കർത്താവിനെ പ്രാപിച്ചവരാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നമുക്ക് ഈ ചെറിയൊരു ആയുസ്സിൽ നമുക്ക് കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്താൻ കഴിയണം. तो ये एक छोटा सा उम्र जो प्रभु ने हमको दिया है, इस छोटा सा उम्र में मैं प्रभु से प्रेम करता हूँ, ये बात मुझे बाहर बतलाना है। എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ വേണ്ടിയല്ല, നമ്മളെ പ്രവൃത്തികളാൽ തെളിയിക്കണം. मतलब ऐसा बोल कर जाना है, वैसा नहीं, हमें अपने क्रियाओं की तरह साबित करना है। നമുക്കറിയാം, മറിയ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് കേൾക്കുന്നവളായിരുന്നു. हम जानते हैं ना, मरियम जो है प्रभु के पैरों के नीचे बैठकर वचन सुनने वाली स्त्री थी, അവൾ കർത്താവിനെ സ്നേഹിച്ചു. और वो प्रभु से बहुत प्रेम भी किया। അതുകൊണ്ട് എന്ത് ചെയ്തു? उसने क्या हुआ, അവളുടെ ജീവിതത്തിലെ വിലയേറിയ ഒന്ന് കർത്താവിന് സമർപ്പിച്ചു. वो उसके जीवन में जो सबसे कीमती था, उसको जो जीवन में वो उसने प्रभु में समर्पण किया। അതാ നമ്മള് യോഹന്നാൻ സുവിശേഷം 12-3 വായിക്കുന്നത്. वही हम लोग യോഹന്നാൻ 12:3 में हम पढ़ते हैं। അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജലവാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി
തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. അപ്പോൾ ഇവിടെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ഒന്ന് അവൾ കർത്താവിനെ അർപ്പിച്ചു. वो पढ़ेंगे 12 का 3. तब मरियम ने जटामासी का आधा सेर बहुमूल्य इत्र लेकर हाँ यीशु के पांव पर डाला. हाँ बस तो वो ना वो बहुमूल्य उसके जीवन में जो सबसे कीमती था, जो सबसे मूल्यवान था, वो चीज को लेकर आकर प्रभु के पैरों तले डाला. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിലയേറിയത് നമ്മൾ കർത്താവിന് സമർപ്പിക്കുവാൻ കൊടുക്കുവാൻ തയ്യാറാണ്. इसके लिए अगर हम लोग वास्तव में अगर प्रभु से अगर हम प्रेम कर रहे हैं तो हमारा जीवन का जो भी मूल्य चीज रहेगा वो सब हम प्रभु के पैरों तले डालने के लिए तैयार रहेगा. അങ്ങനെയാ നമ്മൾ കർത്താവിനോട് സ്നേഹം വെളിപ്പെടുത്തേണ്ടത്. इस रीति से हमें प्रभु से मैं प्रेम करता हूँ का बात को साबित करते हैं. നമുക്കറിയാം മഗ്ദലന മറിയം കർത്താവിന്റെ സ്നേഹം എങ്ങനെയാ വെളിപ്പെടുത്തി. हम मग्दलकारिणी मरियम भी किस तरीके से उसने प्रेम प्रकट किया. നമുക്കറിയാം യോഹന്നാൻ 20-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ 20:11 में जॉन 20:11 എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. लेकिन मरियम पढ़ेंगे सब शुरुआत में. परंतु मरियम रोती हुई कब्र के पास बाहर खड़ी रही. रोती रहकर कब्र के पास बाहर ही खड़ी थी. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ये सब बातें ज्यादा वर्णन करना चाहिए, ഞാൻ ചുരുക്കി പറയട്ടെ. लेकिन मैं कभी संक्षेप में मैं बताता हूँ. ശിഷ്യന്മാര് പത്രോസും യോഹന്നാനും ഒക്കെ പോലും വന്ന് ഈ കല്ലറയ്ക്കൽ വന്ന് നോക്കിക്കണ്ട് അവർക്ക് തിരിച്ചുപോയി. देखो चेले लोग भी पत्रोस യോഹന്നാൻ ये लोग सब आए, कब्र के पास आया, अंदर गया, प्रभु का शरीर नहीं देखा बोलकर लोग वापस चले गए. അവർക്ക് അറിഞ്ഞുകൂടാ എന്ത് പറ്റി, ആ പിന്നെ ശവം എവിടെ പോയി, ആ പിന്നെ ശരീരം എവിടെ പോയി ഒന്നും അറിയത്തില്ല. तो वो लोग नहीं जानते प्रभु का देह को किधर कौन लेकर गया है कि क्या हुआ है करके कोई नहीं जानते. കാരണം അവർക്ക് ഉയർത്തെഴുന്നേറ്റ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. क्योंकि वो लोग प्रभु अभी मरकर जी उठाया करके ये बात वो लोग को विश्वास करने नहीं हो पा रहा. പറഞ്ഞവരുടെ വാക്കുകൾ പോലും അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. क्योंकि जो बात ये बोला गया था वो बोला हुआ बात भी उनको विश्वास करने नहीं हो पा रहा था. അപ്പോൾ എന്നിട്ട് അവർ പോയി. फिर वो और वो चले गए. എന്നാൽ ഈ മറിയം പോയില്ല. लेकिन ये मरियम गई नहीं. അവൾ എന്നെ പറയുന്നേ, वो क्या कहती है? എന്റെ നാഥന്റെ എന്റെ കർത്താവിന്റെ ആ ശരീരം എനിക്ക് വേണം. वो कहती है कि मेरा प्रभु का, मेरा स्वामी का वो शरीर मुझे चाहिए. അത് എവിടെ പോയെന്ന് എനിക്ക് അറിയണം. वो किधर चला गया करके मेरे को जानना है. എന്റെ കർത്താവ് എവിടെയാണെന്ന് എനിക്ക് അറിയണം. मेरा प्रभु किधर है ये मुझे जानना है. അല്ല, ഈ കർത്താവിനെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എനിക്ക് തിരിച്ച് കൊണ്ടുവരണം. या फिर ये प्रभु का शरीर को कोई उठाकर अगर लेकर गया तो उसको वापस मुझे लाना है. Praise the Lord. Amen. നോക്കണേ, അവിടെ ആ സംഭാഷണങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം. उधर का बातचीत देखिएगा तो आपको मालूम है. അവിടുത്തെ പിന്നെ മാലിയാണെന്ന് വിചാരിച്ച് അവരോട് പറയുന്നത്, നീ എവിടെയെങ്കിലും വെച്ചാൽ നീ പറ, ഞാൻ എടുത്തോണ്ട് പോകോളാം. हाँ तो वो कहती है जब उसको आवाज किसी दूत लोग ने उससे बात करते समय में उसको क्या लगा, वो उधर का वो तो कब्रों को संभालने वाला कोई व्यक्ति है करके लगा. उसको वो क्या बोलने लगी, देखो अगर प्रभु के शरीर तूने लिया है तो मुझे पता किधर, मैं लेके जाता हूँ. കണ്ടോ, അവൾക്ക് അവൾക്ക് ശക്തി ഉണ്ടോ? तो इस तरह का काबिलता उसमें है क्या? ഇല്ലെങ്കിലും അവൾക്ക് ആ സ്നേഹം കൊണ്ട് അവിടെ പറയാണ്, ഞാൻ എടുത്തോണ്ട് പോകോളാം. हाँ फिर भी वो पीछे से हे स्त्री तुम क्यों रो रही है करके बोलते समय में कोई प्रभु का शरीर लेकर गया बोलकर वो बोल रही है मेरे पास दम नहीं है, लेकिन फिर भी वो प्रेम में वो इतना प्रभु से प्रेम करते कि उसको वो शरीर वापस चाहिए था. അല്ലെ, ഞാൻ അതിന്റെ 15-ാം വാക്യം ഇവിടെ ഒന്ന് വായിപ്പിക്കാം. 15 वाक्य हम पढ़ते हैं. അവിടെ യേശുവാണ് അവളോട് സംസാരിക്കുന്നത്, നമുക്ക് അറിഞ്ഞുകൂടാ. वो नहीं जानती थी कि यीशु अगर हे स्त्री करके बोला है करके उसको नहीं मालूम था. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം. 15 पढ़ेंगे, 15 का बी पार्ट से. पूरा पढ़ो. ठीक है, पढ़ो. यीशु ने उसे कहा, हे नारी तू क्यों रोती है, किसको ढूंढती है? उसने मालिक समझकर उसे कहा, हे महाराज, यदि तूने उसे उठा लिया है तो मुझे बता कि उसे कहाँ रखा है और मैं उसे ले जाऊंगी. तो माली ये सोचकर वो इस तरह का जवाब देती है. അവളുടെ ഹൃദയത്തിലെ കർത്താവിനുള്ള ആ സ്നേഹത്തിന്റെ ആഴങ്ങൾ കർത്താവ് കണ്ടു. लेकिन विशेषता यहाँ पर क्या हम देखते हैं कि प्रभु की ओर का वो गहरा प्रेम को प्रभु ने वहां पर देखा. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. इसलिए प्रियो एक बात समझना है. മഗ്ദലന മറിയയിൽ നിന്നും 7 ഭൂതങ്ങൾ വിട്ടുപോയിട്ടുള്ള ആ വിടുതലിന്റെ ആ വലിയ ആ അനുഭവത്തിൽ അവൾ കർത്താവിനെ ആഴമായി സ്നേഹിച്ചു. मगदल मरियम का खासियत देखना, वो 7 प्रकार के दुष्ट आत्माओं से पकड़ी हुई अवस्था में प्रभु ने जब उसको छुटकारा दिया तो वो छुटकारा पाकर मिला, स्वतंत्रता के द्वारा उसको वो जो सुकून जो जीने के लिए उसको मिला, उसकी वजह से प्रभु का प्रेम में वो विवश हुआ अवस्था में थी. उस प्रेम में वो प्रभु के लिए क्या क्या करने तैयार थी. ചിന്തിക്കണം. इसलिए हमें जरा सोचना है. അവളുടെ ആ പഴയ ജീവിതം ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. उसका पुराना जीवन जो किस तरीके से वो जी रही थी ये हम सोच भी नहीं सकते. എന്നാൽ കർത്താവിനാൽ വിടുവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, लेकिन प्रभु के द्वारा छुटकारा प्राप्त करने के बाद കർത്താവിനുള്ള സ്നേഹം എത്ര വലിയ സ്നേഹമായി. इसको प्रभु की ओर के लिए जो प्रेम था, कितना बड़ा प्रेम था. നമ്മളത് ചിന്തിച്ചു. हमसे जरा सोचिए प्रयोग. തന്റെ ശിഷ്യന്മാർക്ക് പോലും കർത്താവ് വെളിപ്പെടുന്നതിന് മുൻപേ
അത്രമാത്രം തന്നെ സ്നേഹിക്കുന്ന മഗ്ദലിനി മറിയത്തിനാണ് ആദ്യമായിട്ട് കർത്താവ് വെളിപ്പെടുന്നത്. इसके लिए हम जरा देखो, प्रभु का जो चेले हैं उनको पहला प्रकट होने से पहले प्रभु से सबसे ज्यादा प्रेम करने वाला मगदलन का मरियम को प्रभु पहला प्रकट हुआ. നമ്മൾ ചിന്തിക്കണം, इसलिए जरा सोचना, ഓരോരുത്തരുടെ ഹൃദയത്തെ കാണുന്ന കർത്താവ്, हमारा सबको हृदय को जानने वाला हमारा प्रभु. മറിയത്തിന് കർത്താവിനോടുള്ള ആ സ്നേഹം, കർത്താവിനെ തന്റെ ആ ചെയ്ത തന്റെ ആ വലിയ പ്രവൃത്തി നിവർത്തിച്ചതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ പോയി പിതാവിന്റെ സന്നിധിയിലെത്തി മടങ്ങി വരുന്നതിന് മുൻപ് താൻ ഈ മറിയത്തിന് വെളിപ്പെടുത്ത പോയി. वहां पर हम देखते हैं कि प्रभु ने जो क्रूस में वो कार्य कर मरकर वो पुनरुद्धार होने के बाद वो पहला जाके पिता के पास जाकर वो सारा बातें वो बताकर वो पिता की ओर जाने से वो काम करने से पहले वो मरियम को बीच में मिलकर फिर वो जाता है. നമ്മുടെ കാര്യം മനസ്സിലാക്കണം. इसलिए एक बात समझना है, കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് 2 യാത്രയുണ്ട്. हमें प्रभु का स्वर्ग आरोहण में देखते समय में 2 यात्रा है. ഒന്ന് രഹസ്യത്തിലും एक रहस्य में था മറ്റൊന്ന് പരസ്യത്തിലും. और दूसरा सबके सामने था. ഇതുപോലെ കർത്താവിന്റെ വീണ്ടും വരവിലും 2 അവസ്ഥയുണ്ടെന്നുള്ളത് ഒരുപാട് വിശുദ്ധന്മാർക്ക് അറിഞ്ഞുകൂടാ. इसलिए उसी तरह प्रभु का आगमन के विषय में भी 2 भाग में है या 2 तरीके में है करके बहुत से पवित्र जन नहीं जानते. അതിനുവേണ്ടി എന്തെല്ലാം തർക്കങ്ങൾ നടക്കുന്നു. उसमें लोग कितना तर्क करते हैं. നിങ്ങൾ ഇതിൽ 2 ഉണ്ടെങ്കിൽ അവിടെ 2 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ലളിതമാണ്. तो अगर इसमें प्रभु का आगमन में प्रभु का स्वर्गारोहण में 2 भाग था करके ये बात समझ आएगा तो आगमन में भी 2 भाग है, बहुत आसानी होगा. Praise the Lord. ഇതൊക്കെ നമ്മളൊന്നും വിശദീകരിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ये सब बातें हमें गहराई से पढ़ना चाहिए. അപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു, നീ എന്നെ തുടരുത്. प्रभु क्या कहने बोला कि तू मुझे नहीं छूना. അവള് റബ്ബൂനി എന്ന് പറഞ്ഞു ഓടി കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ ഓടിച്ചെന്നു. वो बोले हे मेरा रब्बोनी, मतलब मेरा गुरु करके बोलकर वो जल्दी उसको लिपटने जा रही थी. കർത്താവ് പറയണം, നീ എന്നെ തുടരുത്. लेकिन 17 में 20 का 17 में प्रभु कहता है मुझे नहीं छूना. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. मैं अभी तक पिता की ओर में पहुंचा नहीं हूँ. അപ്പോൾ അതിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ, മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് രക്തമായി പോകുമ്പോൾ ആർക്കും അവൻ തൊടാൻ പാടില്ല. हम जानते हैं कि जब महायाजक लहू लेकर अति पवित्र स्थान में जाकर छिड़कने के लिए जाते समय में उस बीच में कोई भी उसको छूना नहीं चाहिए. ഇവിടെ കർത്താവ് താൻ ചൊരിഞ്ഞ രക്തവുമായി സ്വർഗത്തിലേക്ക് പോവുകയാണ്, പിതാവിന്റെ സന്നിധിയിലേക്ക്. क्योंकि हम देखते हैं कि यहाँ पर प्रभु क्या कर रहा है, क्रूस पे जो चढ़ाया हुआ वो क्रूस में मरने के बाद जो लहू बहाया गया था वो लहू लेकर पिता की ओर वो जा रहा है हमारे छुटकारा के लिए. അത് വിശുദ്ധ സ്ഥലത്തേക്ക് പോവുകയാണ്. वो अति पवित्र स्थान में स्वर्गीय स्थानों में वो जा रहे थे. അതുകൊണ്ട് മറിയോട് പറഞ്ഞു തുടരുത്. इसलिए प्रभु ने मरियम से कहा मुझे नहीं छूना. എന്നാൽ താൻ മടങ്ങി വന്ന ശേഷം ജനത്തോട് പറഞ്ഞു തൊട്ടോളൂ. और फिर लेकिन वापस प्रभु के पिता परमेश्वर के साथ कार्य निपटाने के बाद पूर्ति करने के बाद फिर वो नीचे आया. फिर वो प्रभु लोगों से क्या कहता है, मुझे छुओ करके कहता है. തോമസേ, നീ കൈയിട്ട് നോക്കടാ. हे थॉमस तो उंगली डाल कर दे. Praise the Lord. Amen. ഇപ്പൊ ആർക്കും തൊടാം. अभी कोई भी उनको छू सकता है. ഇപ്പൊ തൊടുന്നതിന് ഒരു പ്രശ്നമില്ല. अभी उनको छूने में कोई तकलीफ नहीं. നമ്മൾ മനസ്സിലാക്കണം. इसलिए हमें समझना है മറിയ കർത്താവിനെ സ്നേഹിച്ചു. मरियम ने उतना प्रभु से प्रेम किया. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, इसलिए प्रियो मैं प्रभु को लोग आपको पूछना चाहता हूँ, ഇന്ന് നമുക്ക് കർത്താവിനോട് എത്രമാത്രം സ്നേഹമുണ്ട്? आज हमें प्रभु के विषय में कितना प्रेम है. സ്നേഹമുള്ളിടത്ത് കർത്താവ് വസിക്കുന്നു. जहाँ पर प्रेम है वहां पर परमेश्वर बसता है. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ये हमें सोचना है. ഇതിനെക്കുറിച്ച് നമ്മൾ ഇനി എത്ര പറഞ്ഞാലും എവിടെ അവസാനിക്കാൻ? ये सब बोलते बोलते जाएगा तो ये किधर खत्म होगा. അതല്ലേ പത്രോസിനോട് പോലും കർത്താവ് ചോദിച്ചെന്തുവാ, പത്രോസെ നീ ഇവയിൽ അധികമായി, നമ്മൾ ഇന്നലെ കണ്ടല്ലോ, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. इसलिए प्रभु ने पत्रोस से भी पूछा, हमने गए दिनों में हमने देखा, हे प्रभु हे पत्रोस तुम इन सब चीजों से तुम मुझसे ज्यादा प्रेम करते हो क्या. നമ്മൾ എത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്നു? इसलिए हमें कितना अधिक प्रभु से हमें प्रेम करना है. നമ്മൾ എത്ര അളവിൽ സ്നേഹിക്കുന്നു? कितना माप से हम प्रेम करते हैं. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയും. हमें सच्चा मन से पूर्ण हृदय से प्रेम करने हो पा रहा है क्या. കർത്താവ് നമ്മുടെ സ്നേഹം അളക്കുന്നുണ്ട്. प्रभु हमारा प्रेम को तोलेगा. ആമേൻ. അന്ന് നമുക്ക് പ്രശംസ ലഭിക്കുമോ? उस दिन हमको प्रशंसा का कारण बनेगा क्या. നമുക്ക് ഇത് ആഴത്തിൽ ഒന്നുകൂടെ ചിന്തിക്കാം. ये सब बातों का हम और गहराई में हम समझेंगे. എനിക്ക് കാരണം ഇത് എത്ര വർണ്ണിച്ചാലും പോരാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുക. क्योंकि ये विषय जो है कितना भी वर्णन करेगा तो भी खत्म नहीं होएगा, ऐसा अवस्था में ये विषय है. കാരണം ദൈവമക്കളെ, നമ്മൾ ഈ സ്നേഹമാണ് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകേണ്ടത്. इसके लिए हमें ये प्रेम है, हमें दूसरों में बांटना चाहिए. കർത്താവ് സഹായിക്കട്ടെ. प्रभु हमको सहायता करे. നിങ്ങളെല്ലാവരും ഈ വചനങ്ങളെ പ്രമാണമായിട്ട് കേൾക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുക. इसलिए आप सब लोग ये वचन को आप लोग इसको सुने और उसी में बने रहकर अभ्यास भी करते रहना. ഈ स्नेहത്തിൽ തന്നെ കാണപ്പെടേണ്ടതാണ്. मेरा यही आग्रह है कि आप सब लोग इस प्रेम में बने रहकर प्रेम में दिखे. ആ ക്രൂശിലെ സ്നേഹത്തെ എന്നും ധ്യാനിക്കുക. इस क्रूस का उस प्रेम को हमेशा मनन करना ആ पड़ेगा. സ്നേഹത്തിൽ നിന്ന് പുറത്തു പോകല്ലേ. उस प्रेम का बाहर नहीं जाना. ആ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. उस प्रेम में अपने आप को संभाले रखो. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करे. കർത്താവിന്റെ കൃപ എല്ലാവർക്കും. प्रभु का अनुग्रह हम सब में बना रहे. आमीन.